السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സൂറത്തുൽ അൻആം 116. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تطع أكثر من في الأرض يضلوك عن سبيل الله إن يتبعون إلا الظن وإنهم إلا يخرصون. إن ربك هو أعلم من يضل عن سبيله وهو أعلم بالمهتدين. فكلوا مما ذكر اسم الله عليه إن كنتم بآياته مؤمنين. وما لكم ألا تأكلوا مما ذكر اسم الله عليه وقد فصل لكم ما حرم عليكم إلا ما اضطررتم إليه وإن كثيرا ليضلون بأهوائهم بغير علم. إن ربك هو أعلم بالمعتدين. وذروا ظاهر الإثم وباطنه إن الذين يكسبون الإثم سيجزون بما كانوا يقترفون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിലെ ഇഅ്തികാഫിന് നിയ്യത്തോടുകൂടെ വിശുദ്ധ ഖുർആന്റെ പേരിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമദാനിൽ നമ്മൾ നേടിയെടുത്ത പരിശുദ്ധി തുടർന്നും കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് കളങ്കപ്പെടുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിക്കാനും ഹിദായത്തിലായി മരിക്കാനും അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ഓതി വെച്ച ആയത്തുകൾ 116 മുതലാണ് അൻആം സൂറത്തിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഈ ആയത്തുകൾ അവതരിക്കാനുണ്ടായ കാരണം ഇന്നത്തെ യുക്തിവാദികളൊക്കെ ചില യുക്തിപൂർവം അവരുടെ യുക്തി കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട്. അതുപോലെ ഒരു ചോദ്യവുമായിട്ട് നമ്മുടെ ആളുകളുടെ സമീപത്ത് ഇവർ വന്നപ്പോഴാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനിലെ മാഇദ സൂറത്തിലൂടെ അല്ലാഹു തആല ശവം തിന്നൽ നമുക്ക്
വിലക്കിയിട്ടുണ്ട്. നമുക്ക് പറ്റൂല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടവും നമുക്ക് പറ്റൂല. അതായത് ലാത്ത, ഉസ്സ, മനാത്ത ഇങ്ങനെയുള്ള ദൈവങ്ങളുടെ പേരിൽ ബഹുദൈവ വിശ്വാസികള് മൃഗങ്ങളെ അറുക്കുമായിരുന്നു. ബിസ്മില്ലാത്ത എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറുത്ത് അതിന്റെ മാംസം നമുക്ക് പറ്റൂല എന്ന് അള്ളാഹു പറഞ്ഞു. അതുപോലെ ശവം പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ശവം നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോ അത് വെച്ചിട്ട് നമ്മളെ ട്രോളാണ്. അതായത് ഇവര് പറഞ്ഞെന്താ വെച്ചാല് ഒരു ജീവി ചത്തുപോകാന്ന് പറഞ്ഞാല് നമ്മളെ കളിയാക്കിയിട്ട് പറയാണ് അള്ളയാണ് അതിനെ കൊല്ലുന്നത്. അതായത് ആ ജീവിയെ മരിപ്പിക്കുന്ന ആരാണ്? അള്ളാഹു അല്ല. നിങ്ങളെ വിശ്വാസപ്രകാരം ഒരു നമ്മളോട് ചോദിക്കുകയാണ്, അള്ളാഹു ആണല്ലോ, അത് നിങ്ങൾ തിന്നാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതേ സമയത്ത് നിങ്ങളെ കൈകൊണ്ട് അറുത്തത് നിങ്ങൾക്ക് തിന്നാൻ പറ്റില്ല. അപ്പൊ ഇവര് നമ്മളോട് ചോദിക്കേണ്ട എന്താ വെച്ചാൽ നിങ്ങളെ അറുത്തത് തിന്നതിനേക്കാൾ നല്ലത് അള്ളാഹു കൊന്നതിനെ തിന്നില്ലേ? ഇതാണ് അവരുടെ ചോദ്യം. ഓരോരോ യുക്തി കൊണ്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ അറുത്തതിനെ തിന്നാന്ന് പറഞ്ഞാൽ ആ ജീവിനെ കൊല്ലുകയാണ്. അതുപോലെ ഒരു ജീവി ചത്തിട്ട് ആ ശവത്തെ കഴിക്കാന്നാൽ ആ ജീവിയെ അള്ള കൊല്ലുക. അപ്പൊ എന്താ തിന്നതിനെന്താ കുഴപ്പം? ഇതാണ് ഇവര് പറയുന്നത്. അപ്പൊ മക്കത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുശ്രിക്കീങ്ങൾ ഈ രൂപത്തിലുള്ള പ്രചാരണം നടത്തുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ, അല്ലെങ്കിൽ കാമ്പുണ്ടോ എന്ന് നമ്മളതിന്റെ പിറകെ പോകണ്ട എന്നാണ് ഖുർആൻ പറയുന്നത്. ഭൂരിപക്ഷം പലതും പറയുന്ന അർത്ഥം. അതിന്റെ പിറകെ പോകരുത്. അതാണ് ഞാൻ ആയത്ത് അർത്ഥം ഒക്കെ അപ്പൊ മനസ്സിലാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِن تُطِعْ أَكْثَرَ مَن فِي الْأَرْضِ يُضِلُّوكَ عَن سَبِيلِ اللَّهِ إِن يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنْ هُمْ إِلَّا يَخْرُصُونَ. وَإِن تُطِعْ താങ്കൾ അനുസരിക്കുകയാണെങ്കിൽ അക്സറ മൻ ഫിൽ അർദ് ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തെ, ഭൂമിയിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷത്തെ അവർക്ക് താങ്കൾ വഴിപ്പെട്ടാൽ യുദില്ലൂക അൻ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ താങ്കളെ പഴപ്പിക്കും. താങ്കളെന്ന് പറഞ്ഞാല് അതിന്റെ ആദ്യത്തെ സംബോധിതൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നമ്മൾ ഓരോരുത്തരോടുമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ താങ്കളെ പഴപ്പിക്കും, വഴി തെറ്റിക്കും. യത്തബിഊന ഇല്ലല്ലൻ അവർ പിൻപറ്റുന്നത്, ആ ബഹുഭൂരിപക്ഷം, ആ പിഴച്ച വർഗം അവര് പിൻപറ്റുന്നത് വെറും ഊഹങ്ങളെ മാത്രമാണ്. വഇൻഹും ഇല്ലാ യഖ്റുസൂൻ അവര് കളവ് പറയുന്നവർ മാത്രമാണ്, വ്യാജം പറയുന്നവർ മാത്രമാകുന്നു. യഖ്റുസൂൻ എന്ന് പറഞ്ഞാൽ യക്ദിബൂൻ എന്ന് പറയുമ്പോൾ. അപ്പൊ ഭൂമിയിലുള്ള ബഹുഭൂരിപക്ഷത്തിനെ നിങ്ങൾ പിൻപറ്റിയാൽ അവർ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. അവിടെ അൻ സബീലില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദീന് ശരീഅത്ത്. അതിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നത് അതാണ്. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അവർ നിങ്ങളെ തെറ്റിക്കുമെന്ന് പറഞ്ഞ ദീനെന്ന്
ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളിൽ നിന്ന് നിങ്ങൾ തെറ്റിക്കുന്നതാണ്. അപ്പൊ അവര് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോന്നോ അതോ നോക്കാൻ പോണ്ട, എങ്ങനെയാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തോളൂ. ഇന്ന റബ്ബക ഹുവ അഅലമു മൻ യളില്ലു അൻ സബീലി. റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവരെ പറ്റി താങ്കളുടെ റബ്ബ് നന്നായി അറിയും. അഅലം എന്ന് പറഞ്ഞാൽ തന്നെ ആലി എന്ന് പറയുമ്പോഴല്ല, കൂടുതൽ അറിയും, പെരുത്തറിയും, അതിന്റെ എല്ലാം അറിയും എന്നാണ് പറയുന്നത്. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ നാഥൻ, ഹുവ അഅലമു മൻ യളില്ലു അൻ സബീലി, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് പടച്ചു പോകുന്നവനെ, തെറ്റിപ്പോകുന്നവനെ നല്ലവണ്ണം അറിയുന്നവനാണ്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, നേർമാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നന്നായി അറിയുന്നവനാണ്. ആരാണ് വഴി തെറ്റിയത്? അവിടെ യളില്ലു എന്നാണ്, ആദ്യം പറഞ്ഞെടുത്ത് യുദില്ലു എന്നാണ്. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് വഴി തെറ്റിയെന്നാണ്, യുദില്ലു എന്നാകുമ്പോൾ വഴി തെറ്റിക്കാന്ന് വരും. അപ്പോ വഴി തെറ്റിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ നിന്നിട്ട് നമ്മൾ വഴി തെറ്റിയാൽ, ഓല് തെറ്റിച്ചാലും നമ്മൾ തെറ്റിയാണ്. അതാണ് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട, നല്ലോണം ആലോചിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ആരാണ് റബ്ബിന്റെ മാർഗത്തിൽ നിന്ന്, അതായത് ദീനിൽ നിന്ന് ശരീഅത്തിൽ നിന്ന് അകലുന്നത്? അല്ലാഹ് നന്നായി അറിയും. ആരാണ് നേർമാർഗം പ്രാപിച്ചവര്? ഇതും അള്ളാഹു നന്നായി അറിയുന്നവനാകുന്നു. ഇതാണ് ഈ ആയത്തിലൂടെ പറഞ്ഞത്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഈ ഒരു ആയത്തിനുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് അല്ലാഹു തആല നമ്മളൊരു മുസ്ലിം ആണോ അല്ലേ എന്നുള്ളതാണ് നോക്കുന്നത്. പണ്ട് ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞല്ലോ, അസ്ലിം, താങ്കൾ ഒന്നാന്തരം മുസ്ലിം ആകണം. അപ്പൊ മൂപ്പരെന്താ മറുപടി കൊടുത്ത്? അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ നിയന്താവായ അള്ളാഹ്ക്ക് ഞാനിതാ അനുസരണയുള്ളവനായിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അസ്ലിം എന്നാ പറഞ്ഞത്, താങ്കൾ മുസ്ലിം ആകണം. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ റബ്ബിന് മുസ്ലിം ആയിരിക്കുന്നു. പണ്ട് യഹൂദികളും നസ്വാറാക്കളൊക്കെ പറഞ്ഞു, പിന്നെ സ്വർഗത്ത് കിടക്കണമെങ്കിൽ യഹൂദികളാകണമെന്ന് അവരും, സ്വർഗത്ത് കിടക്കണമെങ്കിൽ നസ്വാറാക്കളാകണമെന്ന് അവരും പറഞ്ഞപ്പോ ഖുർആനിലൂടെ അല്ലാഹു തആല അവർക്കൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് യാക്കൂബ് നബിക്ക് മരണം ആസന്നമായ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്നാ ചോദിക്കണ്ടേ. കാരണം യാക്കൂബ് നബി തന്റെ മക്കളോട് പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങളാണെന്നാണ്. കാരണം യാക്കൂബ് നബിന്റെ അതിലൂടെയുള്ളവർ വരുന്നത് ഇസ്ഹാഖ് നബിന്റെ മകൻ, യാക്കൂബ് നബിന്റെ മകൻ, യൂസുഫ് നബിയുടെ മകൻ, അങ്ങനെ വന്നിട്ട് ആ പരമ്പരയിലാണ് ഇസ്രായേലികൾ വരുന്നത്, യാക്കൂബ് നബിയുടെ പരമ്പരയിൽ. യാക്കൂബ് നബി പറഞ്ഞത് തന്റെ മക്കളോട് മരണവേളയിൽ വസിയത്ത് ചെയ്ത അൽ ബഖറയിൽ പറയുന്നത് മുസ്ലിമാണെന്നാണ്. നിങ്ങൾ അന്നുണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഈ തിരിച്ചു പറയൽ എങ്ങനെയാണ്? മാത്രല്ല, ഒരു കൂട്ടര് ഉസൈർ റളിയല്ലാഹു അൻഹു അള്ളാന്റെ പുത്രനാണ്, ഒരു കൂട്ടര് ഈസാ നബി അള്ളാന്റെ പുത്രനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറയാ, യാക്കൂബ് നബി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ മുസ്ലിം ആകണം, മുശ്രിക്കാകരുത്. ഇബ്രാഹിം നബി അള്ളാഹുവോട് ദുആയിരുന്നതും അതന്നെയാണ്. ഇബ്രാഹിം നബി തന്റെ മക്കളോട് പറഞ്ഞതും അതന്നെ ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് കേട്ടോ. അങ്ങനെ ഇബ്രാഹിം നബി തന്റെ മക്കളോട് പറഞ്ഞത് ആ പരമ്പര കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുണ്ട് സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ ഓരോ മതത്തെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ഇസ്ലാം മതത്തെ പറ്റി പറയാതെ മുഹമ്മദ് നബി സ്ഥാപിച്ചതാണെന്ന്. അങ്ങനല്ല. ഇസ്ലാം മതത്തിന്റെ സ്ഥാപകന് ശരിക്കും അള്ളാഹുവാണ്. അതിന്റെ ഒന്നാമത്തെ പ്രചാരകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതാവട്ടെ പ്രഥമ മനുഷ്യനാണ്. അതിന്റെ അവസാനത്തെ പ്രവാചകരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം
എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഒരൊറ്റ മതമാണ്. വിശ്വാസത്തിൽ ആർക്കും ഒരു വ്യത്യാസമില്ല. കർമ്മങ്ങളിൽ മാത്രമാണ് കാലോചിതമായ ചില മാറ്റങ്ങളും വ്യത്യാസങ്ങളും. അപ്പൊ ഇവിടെ പറയുന്നത് അതന്നെയാണ്. അപ്പോ നമ്മള് പിന്നെ എന്ത് ചെയ്യണം? അർത്ഥത് അള്ളാന്റെ പേര് പറഞ്ഞ അർത്ഥത് തിന്നണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എങ്ങനെയെന്ന് അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല. അർത്ഥത് തിന്നണം. ശവം പാടില്ല പറഞ്ഞാല് യുക്തിയൊന്നും അന്വേഷിക്കണ്ട. യുക്തി അന്വേഷിച്ചാൽ നമുക്ക് കൂടുതൽ പിടുത്തം കിട്ടും. ചിലത് നമുക്ക് പിടുത്തം കിട്ടിയത് മാത്രമാണ് അതിന്റെ യുക്തി എന്ന് ചിന്തിക്കാൻ പാടില്ല. ചിലപ്പോൾ നമുക്കൊരു പിടുത്തം കിട്ടൂല. അത് നമ്മൾ അംഗീകരിക്കണം. സഫാമർവന്റെ അടിയിലെ നടത്തത്തിന്റെ യുക്തിയൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. കഴിവ് തവാഫ് ചെയ്യേണ്ടതിന്റെ യുക്തി, അതല്ലെങ്കിൽ ജംറകളെ നമ്മൾ എറിയും കഷ്ടപ്പെട്ട്, അതൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. കഴിഞ്ഞ പെരുന്നാൾക്ക് ജിദ്ദയിൽ നിന്ന് പിന്നെ മദീനത്തേക്ക് പെരുന്നാൾ നിസ്കരിക്കാൻ പോയ ഒരാൾ എനിക്ക് വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ 15 കിലോമീറ്റർ പുറത്ത് മുസല്ലട്ടിക്കാണെന്ന് പറഞ്ഞു. തിരക്കൊണ്ടേ മദീനത്തേക്കൊന്നും ഒരിക്കലും മസ്ജിദ് നബവിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയൂല. റോഡിൽ മുസല്ലട്ടിരിക്കുകയാണ് പോർ. അമ്മാതിരി തിരക്കാണ്. എന്തിനാ ഇപ്പൊ മക്കത്തും മദീനത്തും ഇങ്ങനെ നോമ്പിനും പെരുന്നാക്കും പ്രത്യേകിച്ച് 27-ാവിനൊക്കെ തിരക്കെന്ന് വെച്ചാൽ അതിന്റെ യുക്തിയൊന്നും ഇപ്പൊ നമ്മൾ അന്വേഷിക്കണ്ട. അതൊക്കെ റബ്ബ് അങ്ങനെ കണക്കാക്കിയിട്ടുണ്ട്. എന്നാൽ ശവം തിന്നണ്ടെന്ന് അവിടെ പറഞ്ഞില്ല. അതിലെ യുക്തി നമ്മളെ അന്വേഷിച്ചാൽ തന്നെ പിടുത്തം കിട്ടും. അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള ശരിയായ രൂപത്തിൽ അറുത്തതാണെങ്കിൽ രക്തം പെട്ടെന്ന് മാംസത്തിൽ നിന്ന് വാർന്നു പോണം. അതാണ് യൂറോപ്പിലൊക്കെ അറുക്കാതെ ജീവികളെ കൊല്ലുന്നൊരു സിസ്റ്റം ഉണ്ട്, ബോറിംഗ് മെത്തേഡ്. അത് അവരെന്നെ ഉപേക്ഷിക്കുകയാണ്. കാരണം അതിന്റെ മാംസം അത് ചില രോഗാണുക്കള് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചതുകൊണ്ട് ഇന്ന് ഭൗതിക ലോകം പോലും സമ്മതിച്ചൊരു കാര്യമാണ് ഇസ്ലാമിലെ അറവിന്റെ രീതി. ജീവിയെ വല്ലാതെ അടങ്ങാറാക്കാതിരിക്കാനാണ് നല്ല മൂർച്ചുള്ള കത്തിയോണ്ട് പെട്ടെന്ന് തീർക്കണമെന്ന് പറയും. നമ്മൾ ഈ കുട്ടികളെ കാതുത്തിന്റെ ഒരുപാട് രൂപങ്ങളുണ്ട്. പെട്ടെന്നൊരു വെടിയേക്കലുണ്ട്. അത് കുട്ടികളൊന്നിങ്ങനെ ചിറിച്ചിങ്ങനെ നിൽക്കേണ്ട അടിയിൽ പെട്ടെന്ന് തന്നെ കഴിയുമ്പോൾ പിന്നെ ഒരു വയന്ന ചെറിയ കാരണം നിലമറിച്ച് സാവകാശമുണ്ട് ചിലത്. അതാകുമ്പോൾ കുട്ടികൾ വിളിച്ചു തുടങ്ങും. അപ്പൊ നമ്മക്ക് തന്നെ കുത്തേണ്ട ആൾക്ക് തന്നെ പാവട്ടോ എന്നൊരു തോന്നൽ തോന്നും. അപ്പോഴേക്ക് ഒരു കാര്യ സംഖ്യ നടക്കുള്ളൂ, അടുത്തഞ്ഞ് പിന്നാക്കാറ് അങ്ങനെയുണ്ട്. അത് നമുക്കുണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ. ചിലത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞാണ് കഴിയും. നമ്മൾ ഈ അറവിന്റെ രീതി അങ്ങനെയാണ്. അത് പെട്ടെന്ന് കഴിയണം. എന്നാലോ ചോര മുഴുവൻ വാർന്നു പോകണം. എന്നാലാണത് ശരിക്കും ഭക്ഷ്യയോഗ്യമാകും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഇസ്ലാം എന്താണോ നിർദ്ദേശിച്ചത് ആ കാര്യം നമ്മൾ പരിപൂർണമായിട്ട് അംഗീകരിക്കാണ്. അപ്പോ ഭൂരിപക്ഷത്തിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പിന്തുടരണ്ട. അവർ പലതും പറയുന്നതാണ്. അപ്പൊ നമ്മൾ നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ കളിയാക്കലും കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലേ? എല്ലാ കാലത്തും നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങനെ ടീമോടെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് രാജ്യത്തിന് തന്നെ നേട്ടമുള്ളൂ. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്ക് പെരുന്നാൾ കഴിഞ്ഞു, ഇവിടെ ചില ആഘോഷങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ആ ആഘോഷം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട അംഗങ്ങളെ ആഘോഷം നടത്തുമ്പോൾ 2ഉം 3ഉം നിലയുള്ള പള്ളികൾ, അതിന്റെ പടുകൂറ്റൻ മിനാരങ്ങളൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ടാർപോളിനിട്ട് മറക്കണം. എന്താ കാരണം? ഈ ആഘോഷവേളയിൽ നമ്മുടെ സഹോദര സമുദായത്തിലെ ഈ സഹോദരങ്ങൾ ഒരാഘോഷവുമായിട്ട് പോകുമ്പോൾ ഒരു പള്ളി കാണുമ്പോൾ പ്രകോപിതരാകുന്നുള്ള ഒരു മതേതര രാജ്യത്ത് ഒരു തുമ്പും പാലും ഇല്ലാത്തൊരു ഒരു വാദമുള്ളത് ആലോചിച്ചോ. എന്തിനാണ് രാജ്യത്തിന് പിന്നെ ഒരു സേന? നമ്മള് ഈ ദക്ഷിണ കൊറിയ, അതുപോലെ തന്നെ അമേരിക്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ സേനയെ വെല്ലുന്നതാണ് ഇന്ത്യൻ സേന എന്ന് പറയാറ്. അത് ആഗസ്റ്റ് 15-നും റിപ്പബ്ലിക് ദിനത്തിലും ഒക്കെ പ്രദർശിപ്പിക്കാറുണ്ട്. അവിടെ പരേഡും കാര്യങ്ങളൊക്കെ ഏതൊക്കെ രൂപത്തിലാണ്? ഇതൊക്കെ എന്തിനാണ് നമുക്ക് ആലോചിച്ച് നോക്കൂ. ഒരു കൂട്ടരുടെ ആഘോഷം നടക്കുമ്പോൾ ആ ആഘോഷത്തിൽ ഒരു പ്രകോപിതരാവും. പള്ളി കണ്ടാ ഓൽക്ക് പ്രശ്നമാണ്, ഒരു കല്ലേറ് നടത്തും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മൂടിക്കെട്ടിയാൽ അറിയില്ല അതിൻ്റെ ഉള്ളിൽ പള്ളിയുണ്ട്, കൂടുതൽ അറിയില്ല. അപ്പോഴാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുക.
എന്നാൽ അതേസമയം കോടിക്കണക്കായ മുസൽമാന്മാര് പെരുന്നാൾ ആഘോഷിച്ചു. ഇവിടെ എന്തേലും ഉണ്ടായോ? എന്തേലും ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നമ്മളൊക്കെ അടുത്തുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കണം. എത്ര സന്തോഷത്തിലാണ് ഒരു പായസം കുടിച്ചത്. നമ്മളൊക്കെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾ ബീഫ് തിന്നിട്ട് നമുക്ക് കിട്ടാത്ത അവസ്ഥ. തമാശ അറിയില്ലേ? ബീഫ് പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇട്ടാണിയും കട്ട് വർത്താനം വരാൻ ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മളെ പെരുന്നാളുകൊണ്ട് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടായോ? ഇല്ലല്ലോ. നമ്മൾ തക്കീബർ മുഴക്കി രാവിലെ നല്ല തുണികുപ്പായെടുത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചു, തിരിച്ചു വന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, സുഹൃത്തുക്കളെ വീട്ടിൽ പോകുന്നു, അയൽവാസികളെ വിളിക്കുന്നു. ഇതിനപ്പുറം എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലല്ലോ. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തെറ്റിദ്ധാരണ ഉണ്ടാകല്ല, ഉണ്ടാക്കുകയാണ് ചില ആൾക്കാർ. അതാണ് ഇന്നലെ ഒരാള് നിലമ്പൂര് വന്നിട്ട് കാഴ്ചത്. ആലോചിച്ച് പോകുമ്പോൾ ശരിക്ക് ബോധമുള്ള ഒരാളിങ്ങനെ പറയാം. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളിപ്പോ നമ്മളെ രാഷ്ട്രീയത്തില് മതത്തിലൊക്കെ നമ്മളെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആലപ്പുഴ പോയി കണ്ട് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇവിടെ ഒരു 70% മുസ്ലിമീങ്ങളാണ് മലപ്പുറത്ത്. അവിടെ ഒരു 70% ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. അവിടെ ചെന്നിട്ട് നമ്മൾ ആരെങ്കിലും പ്രസംഗിക്കുകയാണ്, ഇവിടെ വരുമ്പോ ഒരു സുഖം കിട്ടണില്ല, ശ്വാസം കിട്ടാത്ത പോലെയാണ്, അന്തരീക്ഷമാകെ മലിനമായിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ആരെങ്കിലും ഉത്തരവാദപ്പെട്ട ഒരാള് പ്രസംഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളം കത്തിയിട്ടുണ്ടാവും. പക്ഷേ നിലമ്പൂര് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയണം, എന്ത് എങ്ങനെയാണ് നിങ്ങളിവിടെ ജീവിക്കേണ്ടത്? അപ്പൊ അവിടുന്ന് നീച്ചിട്ട് ആ സാഹസിൽ നിന്ന് നീച്ചിട്ട് ഉത്തരവാദപ്പെട്ടോല് മലപ്പുറത്താരുണ്ടെങ്കിൽ ഈ ജില്ലക്കാരുണ്ടെങ്കിൽ തിരുത്തണ്ടേ. ഇന്നലെയൊക്കെ കുറെ ആൾക്കാർ തിരുത്തി. ശ്രീനാരായണ ഗുരുവിനെ അംഗീകരിക്കുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ ഇന്നലെ ലൈവിൽ വന്നിട്ട് തിരുത്തിച്ചു. മലപ്പുറത്താര് നല്ല വായടപ്പന് മറുപടി ഒരെന്നെ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാതിരിക്കൂലല്ലോ. കാരണം എന്താ, ഈ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് ഈ ചങ്ങാതി പ്രവർത്തിക്കുന്നത്. മുമ്പ് നമ്മളെ ഈ ശബരിമലയിലെ തന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ലേഖനുണ്ട്, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏതോ കണ്ടര് മഹേശ്വരർ നീണ്ട പേരാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാന് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ആദരിക്കും, ബഹുമാനിക്കും. അദ്ദേഹം പറയാം. അങ്ങനെ അദ്ദേഹം കാരണം പറയുന്നത്, എന്റെ ഗുരു ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. എന്റെ ഗുരു മുഹമ്മദ് നബിയെ വല്ലാതെ ആദരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചില കവിതകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ചില കവിതകൾ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗുരുവിനെ മാതൃകയാക്കണം. ആ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആള് മലപ്പുറത്ത് വന്നിട്ട് പറയാ, എന്ത് ശ്വാസം കിട്ടാത്ത അവസ്ഥയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്, ഇവിടെ അന്തരീക്ഷം പോലും വളരെ മോശമാണ് എന്നൊക്കെ പറയണമെങ്കിൽ അയാളെ തോലിക്കട്ടി നമ്മൾ സമ്മതിക്കണം. എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? എന്താണ് കേസ് വരാത്തത്? നേരം വെളുക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യണ്ടേ? കാരണം അത്രക്കും വിദ്വേഷം. അപ്പൊ ഇവരൊക്കെ ഉള്ളിൽ എത്രമാത്രം വെറുപ്പുണ്ടാവും എന്നാലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാം റെക്കോർഡാണ്, എല്ലാം ലൈവായിട്ട് പോവാണ്, ലോകമാകെ കാണാൻ പറ്റുന്ന സാഹചര്യമാണ്. അങ്ങനത്തെ കാലത്ത് ഇത്രത്തോളം പച്ച വർഗീയത പറയണമെങ്കിൽ ഇവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വെറുപ്പുണ്ടാവും. എവിടെണ്ടല്ലോ പൊട്ടാനായി നിൽക്കുകയാണെന്ന് പറയണ്ടേ, ആ രൂപത്തിലാണ്. പക്ഷേ ഇയാളിത് പറഞ്ഞത് മലയാളത്തിലാണ്. മലയാള ഭാഷയുടെ പിതാവുണ്ട്, തുഞ്ചത്തെഴുത്തച്ഛൻ. അയാളെ നാടാ മലപ്പുറം. അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആരേണ്ട വിവരം വേണ്ട. ഇതിന് നക്കിങ്ങനെ കൂടല്ലേ, താഴ്ന്ന ജാതിക്കാരുടെ പേരും പറഞ്ഞിട്ട് സുഖലോലുപനായിട്ട്. ഒൽക്കതറിയോ?
താഴ്ന്ന ജാതിക്കാരുടെ പേരിൽ അഴിമതി നടത്തിയിട്ട് എത്ര കോടിയുടെ കേസാ അയാളെ പേരിലുള്ള അയാളവിടെ പറയുന്നു നിങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കേണ്ടത്. മലയാള ഭാഷയുടെ പിതാവ് മലപ്പുറക്കാരനാണെന്ന് അയാൾക്ക് അറിയില്ല. കുറച്ചൊക്കെ ഒരു എഴുത്തും വായനയും ഒരു വായനാശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്പം സാഹിത്യമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അയാൾ തിരുത്തും. ഉറൂബിന്റെ നാടാണ് മലപ്പുറം, ഇടശ്ശേരിയുടെ നാടാണ്. അദ്ദേഹത്തിന്റെ കവിത ഇഷ്ടപ്പെടാത്തവരുണ്ടാവോ? പോട്ടെ, പൂന്താനം യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കി. അറിയപ്പെട്ട ഒരുപാട് കവിതകൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ നാടാണ്. ഇനി മഹാകവി മോയിൻകുട്ടി വൈദ്യർ, ഒരു പക്ഷെ അയാൾ മോയിൻകുട്ടിയല്ലേ, വേണ്ട, അതിലും മാറ്റി നിർത്തിക്കോട്ടെ. ആയുർവേദത്തിന്റെ നാടാണ്. നമ്മള് പണ്ഡിത ലോകത്ത് ശംസുൽ ഉലമ എന്നൊക്കെ പറയും പോലെ ആയുർവേദത്തിന്റെ ആ വിഷയത്തിലെ ശംസുൽ ഉലമയാണ് വാര്യർ. അയാൾ മലപ്പുറത്താരനാണ്. അങ്ങനെ എടുത്തു നോക്കി, നിങ്ങൾ ഓരോരുത്തരും എടുത്തു നോക്കി. മലപ്പുറത്തിന്റെ ഒരു പാരമ്പര്യം എത്ര വലുതാണ്. അല്ലെങ്കിൽ ഇവർക്കെന്ത് പാരമ്പര്യം? ബ്രിട്ടീഷുകാർ ഏറ്റവും അധികം പേടിച്ച ഒരേ ഒരു വ്യക്തി ആരാറിയങ്ങൾ പറഞ്ഞങ്ങളാണ് മലപ്പുറത്ത്. ഗാന്ധിജി നികുതി നിഷേധ സമരം നടത്തുന്നതിന് മുമ്പ് സമരം നടത്തിയാലാണ് വെളിയങ്കോട് ഉമർ ഖാദി. മലപ്പുറത്താണ് വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. വൈദേശികാധിപത്യത്തിനെതിരെ ഭയങ്കര സമരം ചെയ്തതാ. എനിക്ക് വെല്ലുന്ന സമരങ്ങൾ നടന്നിട്ടുണ്ട്. നികുതി തരില്ല എന്ന് പറഞ്ഞിട്ട് മുഖത്ത് തുപ്പിയാളാണ് അദ്ദേഹം. അപ്പോ നമ്മുടെ മലപ്പുറത്തിന്റെ പാരമ്പര്യം അങ്ങനെയാണ്. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാടാമ്പുഴ അവിടെ മലപ്പുറത്താണ്. പെരിന്തൽമണ്ണയിലെ ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ ഇവർക്കറിയാലോ, ഒക്കെ മലപ്പുറത്താണ് കിടക്കുന്നത്. ഈ പോട്ടെ, ഇയാൾ പറയുന്ന നിങ്ങൾക്ക് എന്താ മലപ്പുറത്ത് കിട്ടിയെന്ന് പാവപ്പെട്ട വിവരം കുറഞ്ഞ ആൾക്കാരോട് ചോദിക്കണ്ടല്ലോ. ഒരു കാലത്ത് ഇയാളെ ആളുകൾക്ക് കാലിൽ ചെരുപ്പിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്, ഉയർന്ന ജാതിക്കാരുടെ മുന്നിൽ. അന്ന് മലപ്പുറത്ത് മഞ്ചേരിയിൽ ആലി മുസ്ലിയാരോട് എന്ന് പറഞ്ഞു, വാരിയംകുന്നതിനോട് ചെരുപ്പിടാൻ പറ്റുന്നില്ല. താഴ്ന്ന ജാതിക്കാർക്ക് ചെരുപ്പിട്ട് അടക്കാൻ പറ്റില്ല. ഉയർന്ന ജാതിക്കാർ വരുമ്പോൾ ചെരുപ്പൂരി കൈ പിടിക്കണം, കക്ഷത്ത് വെക്കണം, മാറ് വറക്കാൻ പറ്റൂല സ്ത്രീകൾക്ക്. അവരോട് വാരിയംകുന്നത്തും ആലി മുസ്ലിയാരും പറഞ്ഞത്രേ, നിങ്ങൾ ധൈര്യമായിട്ട് മറച്ചോളി, നിങ്ങളെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തു. ഇയാൾക്ക് അറിയോ ഈ ചരിത്രം? മലപ്പുറത്തിന്റെ സുഖത ഇന്നും അവര് അത് അനുഭവിക്കാം, ഇവിടെയുള്ള താഴ്ന്ന ജാതിക്കാരൊക്കെ. കാരണം നമുക്ക് ഈ വിവേചനമില്ലല്ലോ. താഴ്ന്ന ജാതി, ഇവിടെ കറുത്തവനോ വെളുത്തവനോ പണക്കാരനോ പണിക്കാരനോ ഒരു വിവേചനവും ഇല്ല. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിന്റെ ഉടമകളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാം. ഇയാള് നമ്മളൊക്കെ നാട്ടിൽ ഒരു മാസം അവിടെ ചെലവൊക്കെ നമുക്ക് കൊടുക്കാൻ, ഒരു മാസം അയാളൊക്കെ ഒന്നിങ്ങനെ താമസിച്ച് വൈകുന്നേരമെങ്കിലൊക്കെ ഒന്നിങ്ങനെ പുറത്തിറങ്ങി 4 ആൾ കൂടുന്ന കവലകളിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒക്കെ ഒന്നിങ്ങനെ കാണണ്ടേ. അപ്പൊ അയാൾ ആലപ്പുഴയിൽ നിന്ന് സ്ഥലം മാറ്റും, ആ സ്ഥാനം മലപ്പുറത്ത് കാക്കും. കാരണം എന്താ? അത്രയും സൗകര്യം, അത്രയും സുഖമാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ വിഷയത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോ ഈ ചില സംഘപരിവാർ മനസ്ഥിതിയുള്ള ചാനലുകാർ പോലും, വിഷയങ്ങളൊക്കെ വളച്ചൊടിക്കാറുള്ളവർ പോലും ഈ വിഷയത്തിൽ ഇയാളെ തള്ളുകയാണ്. അതുകൊണ്ട് കൂടുതൽ നമ്മളത് പറയണില്ല. എന്തായിരുന്നാലും എന്തൊക്കെയോ ഒരു പേടി അല്ലെങ്കിൽ സത്യത്തെ മറച്ചു വെക്കുക. അപ്പൊ എല്ലാ കാര്യത്തിലും അത് തന്നെയാണ്. വഖഫിന്റെ വിഷയത്തിൽ ഇപ്പൊ തള്ള നമ്മൾ വഖഫിന്റെ ബില്ല് അവിടെ പാസ്സായി എന്ന് കണ്ടപ്പോ കോട്ടയത്ത് നട്ടപ്പാതിരക്ക് പടക്കം പൊട്ടിക്കാൻ മെത്രമാര് ബിൽക്ക് അറിയില്ല. അതിലേറെ വലിയ നീക്കാണ് ഇവര് ചാടാൻ പോകേണ്ടതെന്നുള്ള അറിയാത്തോണ്ടല്ല. ഇപ്പോ പിന്നെ ഗോകുലം ഗോപാലന്റെ വീട്ടിൽ എന്തുകൊണ്ടാണ് ഇടി കയറാൻ കാരണം? എന്താ? അത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് എമ്പുരാൻ പൈമലുള്ള എല്ലാവരും ഉള്ള. അപ്പൊ അത് ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് ഗുജറാത്ത് കലാപത്തിന്റെ ചില കാര്യങ്ങൾ, ബിൽക്കിസ് ബാനു, അത് നടന്ന സത്യമാണ്. അതിവർ ഇഷ്ടപ്പെടില്ലല്ലോ പറയണ്ട, ഓല് ചെയ്ത പേക്കൂത്തുകളല്ലേ. അതിന്റെ പേരിലുള്ള ഇടി കയറി നിറങ്ങണ്ടേ.
ഈ പേടി ചില മെത്രാന്മാർക്ക് നല്ലോണം ഉണ്ട്. കാരണം ഇവിടുത്തെ സ്വത്ത് കണ്ടുപോകാനുണ്ട്, രേഖല്ലാത്ത. അപ്പൊ തൽക്കാലം മുസ്ലിങ്ങൾ എങ്ങനെയാണ് എതിർത്തിട്ട് സംഘപരിവാറിന്റെ ഒപ്പം കൂടിയാൽ അതിന് കൈസിലാകാൻ വേണ്ടിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം, ആരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ കൈവശമുള്ള മൊത്തം വഖഫ് സ്വത്തിന്റെ 200 ഇരട്ടി കൂടുതൽ ഈ കത്തോലിക്ക സഭയുടെ കയ്യിൽ മാത്രം മുതലിട്ട്. ബാക്കിയുള്ളവിടെ കണ്ടേ കത്തോലിക്കക്കാരെടുത്ത് മാത്രം നമ്മൾ 200 ഇരട്ടി കൂടുതലുണ്ട്. അപ്പോ ഒരു ക്രിസ്ത്യൻ ആക്ട് ഇവിടെ വരികയാണെങ്കിൽ ആരാ കൊടുങ്ങ? ഇവർക്ക് അറിയാത്തോണ്ടാ. അതുകൊണ്ടാണ് അവരെ കൂട്ടത്തിലുള്ള വിശ്വാസികളൊക്കെ പറയേണ്ടത് എന്താ, നല്ല വിശ്വാസികള് അങ്ങനെ ഒരു ആക്ട് വേണമെന്നാണ്, എന്നാലേ പുരോഹിതന്മാരെ തട്ടിപ്പ് നിൽക്കുള്ളൂ എന്നുള്ള. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അവരുടെ ചാനലുകാരൊക്കെ തുറന്നു പറഞ്ഞല്ലോ, എന്തിനാണ് വഖഫിന്റെ വിഷയത്തിൽ എന്തിനാണ് ആഹ്ലാദിക്കുന്നത്, മുനമ്പും അതും തമ്മിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ ഒരു മന്ത്രി ഉണ്ട്, നമുക്ക് ഒരു കേന്ദ്രമന്ത്രി, ഒരു സിനിമ സ്റ്റൈലിൽ ഇങ്ങനെ പറയല്ലോ, മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഈ ചങ്ങായിന്റെ പേരക്കാണ്, കണ്ടാൽ തന്നെ അറപ്പ് തോന്നും. അയാൾ പറയാണ് വഖഫ് എന്ന കിരാതമായ അത് ഇല്ലാതെയാക്കിയും. അവന് പറയുമ്പോൾ അയാളെ ഭാവമൊക്കെ ഇങ്ങനെ കാണണം. എന്ത് കിരാതം, ഇയാൾക്കെന്താ വഖഫ് പ്രശ്നമാക്കിയ? വഖഫോണ്ട് എന്താ ഇവർക്കെന്താ പ്രശ്നം? നമ്മൾ നടന്ന് ഒരാളെ മുതൽ കണ്ടിട്ട് ഇത് വഖഫാണ് അറിയണ്ടോ? ഇല്ലല്ലോ. വഖഫ് തട്ടിയെടുത്തുകൊണ്ടെങ്കിൽ പറയും. ഈ അമാനത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലൊരു കൂട്ടരെടുത്ത് പാളി, അതാണ് മുനമ്പത്ത് സംഭവിച്ചത്. ഇപ്പൊ മതത്തിന്റെ പുറത്തുള്ള ആളുകൾ പറയുന്നത് മുനമ്പം വഖഫ് സ്വത്തല്ല എന്നാ. ഓലെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഓലെ ഇനി രേഖ പറയേണ്ട എന്താണ്, വഖഫ് സ്വത്ത് മുസ്ലിങ്ങൾ വിൽക്കൂലല്ലോ. വഖഫ് സ്വത്ത് മുസ്ലിങ്ങളെ നമ്മളെ പിന്നെ ഇയാളെന്നെ പറഞ്ഞില്ലേ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പത്രക്കാരോട്, അത് വഖഫല്ല, അത് വഖഫല്ല അറിയുമ്പോൾ നമുക്ക് ദേഷ്യം വരികയാണ്. ദേഷ്യം വന്നിട്ട് കാര്യമില്ല. അയാളിന് കാരണം പറഞ്ഞെന്താ, വഖഫ് സ്വത്ത് വിൽക്കൂലല്ലോ. വഖഫ് സ്വത്ത് മുസ്ലിങ്ങൾ വിൽക്കൂല. അപ്പൊ ആരെടുത്ത പ്രശ്നം സംഭവിച്ചത്, അത് വിറ്റോലെടുത്ത്, വിറ്റോൽക്കത്ത് തീന് ആകെ പറയിപ്പിച്ചു. ഈ മുനമ്പെന്ന് പാർലമെന്റിൽ വരെ മുഴങ്ങി കേട്ടു. എന്നിട്ട് പാവപ്പെട്ട കുറെ ആൾക്കാരെ 100-600 ആളുകളെ കുടിയിറക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ വഖഫ് എന്ന് വരുത്തി തീർത്തു. ആരായിട്ട് ഉത്തരവാദികൾ? ഇതൊക്കെ അറിയാത്ത ആൾക്കാരെ എടുത്ത് ഏൽപ്പിച്ചുള്ള പ്രശ്നമാണ്. ഇതൊരു അമാനത്തല്ലേ, അത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടായിരുന്നു. ഇവർക്കെന്ത് വഖഫ്, അത് കിട്ടിയാലും ഫറൂഖ് കോളേജിന്റെ ആൾക്കാർ, ഞാൻ അതിക്കൊന്നും വരുന്നില്ല. ഇതൊക്കെ തോലിറങ്ങേണ്ട വിഷയം. അവിടെ ഇവിടെ ഒക്കെ തട്ടു, വണ്ടി കുത്തി മരണമായിരിക്കും. അപ്പൊ അത് പോട്ടെ. ഇപ്പൊ ഈ വഖഫ് ബില്ല് പാസ്സായതുകൊണ്ടൊന്നും ഇപ്പൊ മുനമ്പത്തെ പ്രശ്നം ചെയ്യുന്നില്ല, അത് വേറെ. എന്തായിരുന്നാലും ഈ പുരോഹിതന്മാരെന്തിനാണ് ചാടി കളിക്കുന്നത്, സന്തോഷിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായിട്ടല്ല. അതെന്താ, അതിന്റെ കാരണം ഇതാണ്. ഇവരെങ്ങനെ സുഖിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ലഡു വിതരണം ചെയ്ത് ആഹ്ലാദ പ്രകടനം നടത്തുമ്പോ ബഗൽപൂരിൽ അതേ സമയത്ത് അവരാൾക്കാരെ സംഘപരിവാറിന്റെ ആൾക്കാരെ അടിക്കുകയാണ്. ഏതിന്? മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട് 400 ആളുകളെ, പെണ്ണുങ്ങളെ മതം മാറ്റി ലവ് ജിഹാദിലൂടെ എന്ന് പറയുന്ന ഒരുത്തനെ കാണാൻ തന്നെ ഇല്ല, മുണ്ടണ തന്നെ ഇല്ല. കേന്ദ്രമന്ത്രിനോട് ചോദിക്കുമ്പോൾ മൂപ്പരായിട്ട് മുണ്ടരുത് എന്നുള്ളതാണ്. അഡിക്റ്റീവ് വിഷയം മുണ്ടണ്ട, കേരളത്തിന്റെ പുറത്തല്ലേ. അപ്പൊ അങ്ങനെ അള്ളാഹു തആല അങ്ങനെ കൊടുക്കുന്നുണ്ട് മനസ്സിലാക്കാൻ. അത് നമ്മളെ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് പോയ MP-മാര് തുറന്നു പറഞ്ഞല്ലോ, ഇന്ന് വഖഫിന്റെ വിഷയമാണെങ്കിൽ അത് നാളെ നിങ്ങളെടുത്തേക്ക് വരും, അത് നാളെ ക്രിസ്തുമതത്തെ ബാധിക്കും എന്നവരവിടെ തുറന്നു പറഞ്ഞു. ഇതെല്ലാരും ബാധിക്കുന്നത്. എന്തായിരുന്നാലും ഒറ്റക്കെട്ടായിട്ട് അവിടെ നിന്നു എന്നുള്ളത് നമുക്കൊരു സമാധാനമാണ്. 250 ശില്ലാനം അതിനെ വഖഫിന്റെ ബില്ലിനെ പിന്നെ അനുകൂലിച്ചെങ്കിൽ 230 ശില്ലാനം എത്തിയിട്ടുണ്ടല്ലോ. കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ ഒറ്റ സംഖ്യയാണെങ്കിലും ഒന്നാണെങ്കിലും അതള ഭൂരിപക്ഷം ഓൽക്കോല നിയമം നടപ്പിലാക്കാൻ കഴിയും. എന്നാലും അങ്ങനെ പോലെ കാര്യങ്ങൾ നടക്കൂല എന്ന് ഓൽക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ല എതിർപ്പുണ്ടാവും എന്നുള്ളത്. ഏതായിരുന്നാലും നമ്മുടെ ഇസ്സത്തിന് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഓരോരോ പരീക്ഷണങ്ങളാണ്. നമ്മൾ അതീവ ജാഗ്രത കാണിക്കേണ്ട സന്ദർഭമാണ്.
അപ്പൊ ഇതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ പോകും. എല്ലാ കാലത്തും ഉണ്ടാവും അത്തരത്തിലുള്ള എതിർപ്പുകളും കാര്യങ്ങളൊക്കെ. അല്ലാഹു തആല നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ നമ്മൾ ഈ ഒരു വിവാദം അവരന്ന് ഉണ്ടാക്കിയത് പറയുമ്പോൾ ഇന്നും അങ്ങനത്തെ ഓരോ വിവാദങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് എന്താ അങ്ങനെ ചെയ്തൂടെ, അവർക്കെന്താ അങ്ങനെ ചെയ്താല്, അവരെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അത് ഇവർ പറയാൻ പാടില്ലല്ലോ. ഓരോ മതത്തിനും അതിൻ്റെതായ നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോഴാണ് മതവിശ്വാസം ആകുന്നത്. അത് ഇവരൊന്നും ആരും തെറ്റൂരല്ല, നമ്മളെ മൗലിക അവകാശമാണ്. ആ അവകാശമാണ് നമ്മൾ ചോദിക്കണുള്ളൂ. അത് നിലക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ബഹുഭൂരിപക്ഷത്തിന്റെ തിട്ടൂരത്തിനനുസരിച്ച് നിന്നാൽ അള്ളാന്റെ മാർഗത്തിൽ നിന്ന്, അൻ സബീലില്ല എന്ന് പറഞ്ഞാൽ തന്നെ ദീന് ശരീഅത്ത് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, യത്തബിഊന ഇല്ലല്ലൻ, അവർ ഊഹത്തെ പിൻപറ്റുന്നവർ മാത്രമാണ്, അതിനെ അല്ലാതെ അവർ പിൻപറ്റുന്നില്ല. വ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ വ്യാജം പറയുന്നവരാണ്, കള്ളം പറയുന്നവരാണ്. ഇന്ന റബ്ബക ഹുവ അഅലമു മൻ യദില്ലു അൻ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവർ, പിഴച്ചു പോകുന്നവർ, അങ്ങനെയുള്ളവരെ പറ്റി ഏറ്റവും അറിയുന്നവനാണവൻ. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ഹിദായത്ത് സിദ്ധിക്കുന്നവർ, നേർമാർഗം പ്രാപിക്കുന്നവർ, അവരെ പറ്റിയും അറിയുന്നവനാണവൻ, ഏറ്റവും അറിയുന്നവനാണവൻ. അതുകൊണ്ട് ഫകുലൂ മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി ഇൻ കുൻതും ബിആയാതിഹി മുഅ്മിനീൻ. ഫകുലൂ, അതുകൊണ്ട് നിങ്ങൾ തിന്നോളൂ, നിങ്ങൾ ആഹരിച്ചോളൂ. മിമ്മാ ദുകിറ സ്മുല്ലാഹ്, അല്ലാഹുവിന്റെ പേര് പറയപ്പെട്ടതിൽ, അതായത് റബ്ബിന്റെ പേര്, അലൈഹി ഏതൊന്നിന്റെ മേൽ, അറുക്കുന്ന സമയത്ത് റബ്ബിന്റെ പേര് പറഞ്ഞ് അറുക്കപ്പെട്ടതുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ തിന്നോളൂ. ഇൻ കുൻതും ബിആയാതിഹി മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹിന്റെ ആയത്തുകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹിന്റെ പേര് പറയപ്പെട്ടതിൽ തിന്നോളി. ഇവിടെ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്താ വെച്ചാല് ചില ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ചാല് അള്ളാഹിന്റെ പേരിൽ അറുത്തത് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ. അതാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറക്കപ്പെട്ട് തിന്നാൻ പറ്റില്ല, നേർച്ചന്റെ പറ്റൂല എന്ന് പറയുന്നത്. അത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. അതിപ്പോ ഈ പറഞ്ഞമാർക്കാണ്, വഖഫിന്റെ വിഷയം പറഞ്ഞമാർക്കാണ്, വിഷയം മറിച്ചിട്ടാണ്. കാരണം എന്താ അറിയോ, മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ അറക്കപ്പെട്ട് പറ്റൂല. എപ്പോ നമ്മളിപ്പോ റബീഉൽ ആഖിറിൽ നേർച്ചക്ക് ഒരു പോത്തിനെ അറക്കുകയാണ്. ആ അറക്കുമ്പോ നമ്മൾ എങ്ങനെ അർത്തു? ബിസ്മി ഷെയ്ഖി മുഹ്യിദ്ദീൻ അർത്ഥപ്പോ അത് പറ്റൂല. അത് ഏതുപോലെയാണ്? ബിസ്മില്ലാത്ത വല്ലുൾസ എന്ന് പറയും പോലെ. അങ്ങനെ അറിയില്ല അറക്കലുണ്ട് എവിടെയെങ്കിലും മഹലില്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ലേ പറയാ. ഈ പേരിൽ അറക്കാൻ അവിടെ വ്യത്യാസമുണ്ട്. അത് അറുക്കുമ്പോ ആ പേര് പറയാന്നല്ല. അപ്പൊ ഏതാണ് നമ്മളിപ്പോ ഇറച്ചി കൊണ്ടേ കൊടുക്കണം അയലോക്കത്തെ വീട്ടിൽ. അല്ല, ഇതിപ്പോ എന്തേ? അതെ, കുട്ടിന്റെ പേരിൽ അർത്ഥതാണ്, ഹഖീഖത്താണ്, പേരിൽ തന്നെയാണ് അവിടെ അറക്കുന്നത് അല്ലേ? കല്യാണത്തിന് അറക്കണ്ടോ? അങ്ങനെയുണ്ട്, കുഞ്ഞുമോളെ പേരില്ലേ? അല്ലെങ്കിൽ രോഗം മാറാനൊക്കെ നമ്മൾ നേർച്ചാക്കും, ഓളെ പേരില്ലേ നേർച്ചാക്കിയതിന്. ഒരു ആടിന് അർത്ഥെടുക്കണം. പേരിൽ അറിയുമ്പോ ആ പേരുകൊണ്ട് അർത്ഥം എന്ന് മനസ്സിലാക്കരുത്. അവിടെയാണ് പഴവ്. ബഹുദൈവ വിശ്വാസികൾ ചെയ്തത് ഓരോ ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അർത്തിരുന്നു ഒട്ടകങ്ങളെയും ആടുകളെയും. അത് നമുക്ക് പറ്റൂല. നമ്മൾ അറക്കുമ്പോ പേര് ഏത് പറയണം? അള്ളാഹ്. ഇനി അള്ളാഹ് പറയാതെ അർത്ഥിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, തിന്നാൻ പറ്റായൊന്നുമില്ല. അങ്ങനെയാണ് വേണ്ടത്. മുസ്ലിം അറക്കണം എന്നാണ് നിർബന്ധം. ബിസ്മി അല്ലെങ്കിൽ സുന്നത്തുള്ള, മനസ്സിലായില്ലേ? അറക്കുമ്പോ ബിസ്മി ഇല്ല എന്നുള്ളത് സുന്നത്താണ്. അറിവ് മുസ്ലിം ആയിരിക്കണം എന്നുള്ളത്, അറക്കുന്ന ആള് മുസ്ലിം ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അള്ളാഹുവിന്റെ നാമം, അത് അതിന്റെ ശരിയായ രീതി അതാണ്. റബ്ബിന്റെ പേരിൽ എന്ത് ചെയ്യുക? അറക്കുക. അങ്ങനെ അർത്തി നിങ്ങൾ തിന്നോളി എന്നാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരായത്തും കൂടി അതും കൂടി പറഞ്ഞിട്ട് ഞാൻ ആ വിശദീകരണം പറഞ്ഞുതരാം. ചില സുന്നത്തുകൾ ഉണ്ടാവും. വമാലക്കും അല്ലാ തൗകുലൂ മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും ഇല്ലാ മൽ തുരിർതും ഇലൈഹി
വഇന്ന കസീറൻ ലയുദില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽം ഇന്ന റബ്ബക ഹുവ അഅലമു ബിൽ മുഅ്തദീൻ. ഫമാലക്കും, എന്തുണ്ട് നിങ്ങൾക്ക് ന്യായം? എന്തിന്? അല്ലാ തൗകുലൂ മിമ്മാ ദുകിറ ഇസ്മുല്ലാഹി അലൈഹി, അള്ളാന്റെ നാമം പറഞ്ഞറക്കപ്പെട്ടത് അത് ഭക്ഷിക്കാതിരിക്കാൻ എന്ത് ന്യായ? ഓലെന്തേലും പറഞ്ഞോട്ടെ, നിങ്ങൾ അന്നും കണക്കാക്കണം. നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഹലാലായ രൂപത്തിൽ എങ്ങനെ നിങ്ങളോട് പറയപ്പെട്ട് അങ്ങനെ തിന്നോളൂ. വഖദ് ഫസ്സല ലകും മാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേലിൽ എന്തൊക്കെയാണ് നിഷിദ്ധമാക്കപ്പെട്ടത് അത് വ്യക്തമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അള്ളാഹ് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ശവം പറ്റൂല, നായ പറ്റൂല, പന്നി പറ്റൂല എന്ന് പറഞ്ഞിട്ട് അപ്പൊ പറ്റാത്തത് നിഷിദ്ധമാക്കപ്പെട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാതെ നിങ്ങൾ തിന്നോളി. ഇല്ലാമൽ തുരിർത്തും ഇലൈഹി, അതിലേക്ക് നിർബന്ധിത അവസ്ഥയിലാകുമ്പോഴൊഴികെ എന്ന് പറഞ്ഞാല് പിന്നെ നിഷിദ്ധമാക്കിയത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അത് തിന്നാൻ നിങ്ങൾ നിർബന്ധിതരാകുന്ന ഒരു സന്ദർഭം ഒഴികെ എന്ന് പറഞ്ഞാൽ അപ്പൊ ശവം നമുക്ക് പറ്റൂല, ശവം നമുക്ക് പറ്റൂല. നമ്മളെ വീട്ടിൽ ഒരു നല്ലൊരു കോഴി ഉണ്ടായിരുന്നു. ആ കോഴി ഇന്നലെ എന്താ സംഭവം അറിയില്ല, രാവിലെ നോക്കുമ്പോൾ ചത്തെടുക്കുന്നുണ്ട്. നമുക്കത് തിന്നാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് ഭക്ഷണം ഒന്നും കിട്ടാനില്ല. എന്തെങ്കിലും ഒന്ന് തിന്നിട്ടില്ലെങ്കിൽ മരണം സംഭവിക്കും, എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കും, വേറെ ഒന്നും തിന്നല്ല. അതാണ് ബുദ്ധിമുട്ടായൊരവസ്ഥ. എന്നാ ആ ശവം തിന്ന, ശവം തിന്ന അതൊരു നിർബന്ധിത ഘട്ടമാണ്. അല്ലെങ്കിൽ പിന്നെ പിന്നെ ഒരു മുസ്ലിം അല്ലാത്ത ഒരാള് അറുത്തത് അവിടെ ഉണ്ട്, കുറെ ഇറച്ചി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് വേറെ ആൾ അർത്ഥതാണ്, മുസ്ലിം അല്ലാത്ത ഒരാൾ അർത്ഥതാണ്. അവനോട് ഉറപ്പുണ്ടായിട്ടൊന്നല്ല, നമ്മളൊരു ആരാധനയുടെ ഭാഗമായതുകൊണ്ട് അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ഒന്നും വേറെ തിന്നല്ല, അതല്ലാതെ ഇനിയിപ്പോൾ എന്തേലും ഒന്ന് തിന്നില്ലെങ്കിൽ മരണം സംഭവിക്കും, ബുദ്ധിമുട്ട് വരും, പ്രശ്നം ഉണ്ടാവും. എടുത്ത് തിന്ന നിർബന്ധിത ഘട്ടമാണ്. അതാണ്. അപ്പോ അങ്ങനെ അല്ലാത്ത സമയത്ത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് നിഷിദ്ധം എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാല് അധിക ആളുകളുടെയും അവസ്ഥ എന്താണ്? അവര് യാതൊരു അറിവുമില്ലാതെ ദേഹേച്ഛക്കടിമപ്പെട്ടുകൊണ്ട് ശരീരേച്ഛയെ പിൻപറ്റി അവർ പഴപ്പിക്കും. ഇന്ന റബ്ബക ഹുവ അഅലമു ബിൽ മുഅ്തദീൻ, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ പറ്റി അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. മുഅ്തദീൻ നാട്ടോ, മുഅ്തദീൻ എന്ന് പറഞ്ഞാല് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവര്. മനുഷ്യന്റെ അടുത്തുനിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളൊക്കെ വരാം, പക്ഷെ അതിര് വിട്ടുപോയാലോ? ഒരാളിപ്പോ ഒരു യാത്രയിൽ ഒരു ഹോട്ടലിൽ കയറി, അത് ഓനങ്ങനെ സംശയമുണ്ട്, ഇത് വേറെ ആരോ അർത്ഥതെറ്റാവോ സാധ്യതയൊക്കെ ഉണ്ട്, എന്നാലും ഓനെ വിശപ്പിന്റെ കൊണ്ട് തിന്നു ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരാളിപ്പോ പിന്നെ മൂർഖബാബിനെ പിടിക്കാനും പെരുശായിനെ പിടിക്കാനും അതുപോലെ തന്നെ ചേരനെ പിടിക്കാനും എന്നിട്ട് അത് വെട്ടിയിട്ട് അത് കഷ്ണാക്കിയിട്ട് ഉപ്പും മുളകും ചേർത്തിട്ട് മല്ലിയും മുളകും ചേർത്തിട്ട് പറ്റാത്തൊക്കെ വന്ന് തിന്നാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അതിര് വിട്ട് പ്രവർത്തിക്കുന്നതും ഒരാൾ കുടുങ്ങുന്നതും തമ്മിൽ. അപ്പൊ അള്ളാഹ് പറയാണ്, ഓൻ ശരിക്കറിയും ആരാണ് എല്ലാ സീമകളും ലംഘിക്കുന്നത്. ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യം അല്ലാഹു തആല പ്രത്യേകം പറയാണ്, അതിൽ മാംസത്തിന്റെ കാര്യം പ്രത്യേകം പറയാണ്. ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി കാണുന്നത്, ഭക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന വലിയ നിഅമത്ത്. ഒരിക്കൽ ഇവര് അബൂജഹൽ അടക്കമുള്ള ആളുകൾ വല്ലാതെ നിബിധങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യാണ്, വല്ലാതെ ബുദ്ധിമുട്ടാക്കി. അതിൽ അള്ളാഹു തആല മഴ മുടക്കി. മഴല്ല, വെള്ളമില്ല. പിന്നെ അവിടെ പച്ചക്കറികളും പഴങ്ങളൊന്നും വല്ലാതെ ഉണ്ടാവില്ലെങ്കിലും സിറിയയിൽ നിന്നും യമനിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ കൊണ്ടുവരും. ജോർദാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും വന്നിരുന്നു. അങ്ങനെ ഒരിക്കൽ സിറിയയിൽ നിന്ന് കുറച്ച് ആളുകൾ നബിയെ കാണാൻ വേണ്ടി വന്നു. അവർ വന്നു എന്ന് മാത്രമല്ല, ഒരു ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ അവർക്ക് കാണാൻ കഴിഞ്ഞെന്താ വെച്ചാല് ശത്രുക്കൾ നബി തങ്ങളെ ദ്രോഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഒരു മനസ്സിലാക്കി. ഒരു നാട്ടിക്ക് തിരിച്ചു പോയ ശേഷം എന്തിനാണ് ഈ ചങ്ങായിമാർക്ക് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നത്? ഒരു ബ്ലോക്കാക്കി. അങ്ങനെ ഇവരോട് കുടുങ്ങി തിന്നാല്ലാതെ. ഖുർആനിൽ അല്ലാഹു തആല ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ നന്നായിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അള്ളാന്റെ തിരുവതുമായിരുന്നു,
മഴ കിട്ടി, ഭക്ഷ്യവസ്തുക്കളൊക്കെ അള്ളാഹു കൊടുത്തു. പക്ഷേ ഒരു നന്നായില്ല. അത് അള്ളാഹു നബിയോട് പറഞ്ഞു നന്നാവൂല. എന്നാ ഇവര് പുറത്തു പോയാൽ ഞങ്ങൾ മക്കത്തു നിന്നാണ്, ഞങ്ങൾ കഅബയുടെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞാണ് നല്ലോണം കച്ചവടം ഉണ്ടാക്കും, ആ പേര് പറഞ്ഞിട്ട്. എന്നാൽ ഒരു അള്ളാഹിനെ അംഗീകരിക്കുന്നില്ല. അപ്പൊ അള്ളാഹു ഇറക്കിയ സൂറത്താണ് ഏത്? ഖുറൈശ്. ലഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. തണുപ്പ് കാലത്തും ചൂട് കാലത്തുമുള്ള യാത്രയുമായി ഖുറൈശികളെ കൂട്ടി ഇണക്കിയതിനാൽ എന്താ, ഒരു സിറിയയിലേക്ക് പോകും, ഒരു യമനിലേക്ക് പോകും. തണുപ്പ് കാലത്തും ചൂട് കാലത്തും ക്ലൈമറ്റ് ഓൽക്ക് പ്രതികൂലാവൂല, സാധനങ്ങളൊക്കെ വേഗം വിറ്റ് ചെലവാകും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഒരു കഅബന്റെ ആൾക്കാരാണ്, മക്കത്തുനിന്ന് പോവുകയാണ്, ഈ പേര് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല ആളുകൾ ഓരോ സാധനങ്ങൾ വേഗം വാങ്ങും, നല്ല ലാഭം കൊടുക്കും, ഓൽക്ക് നല്ല ലാഭം കിട്ടും, ഓല് തിരിച്ചു പോകും. അപ്പൊ അല്ലാഹു തആല ആ അനുഗ്രഹം എടുത്തു പറയാണ്, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ'. വിശപ്പിന് പകരം അവർക്ക് ആഹാരം കൊടുത്ത അള്ളാഹു കഅബന്റെ റബ്ബാണ്, ആ റബ്ബിനെ പോലെ ആരാധിക്കട്ടെ എന്നാണ്. അവിടെ അള്ളാഹ് ചെയ്തു കൊടുക്കുന്ന 3 അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, യാത്രയുമായിട്ട് ഇണക്കി. രണ്ടാമത്തത് ഓൽക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തു. മൂന്നാമത്തെ സുരക്ഷിതത്വം കൊടുത്തു, അമ്ന്. ആ ആയത്തും ഇതൊക്കെ പാടൊന്ന് കൂട്ടി വായിക്കണം. അതിന്റെ വിശദീകരണം അൻആം സൂറത്തിൽ ഈ ആയത്തിന്റെ വിശദീകരണം മഹാന്മാര് ഒപ്പം പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ പറയുന്നൊരു കാര്യം എന്താ അറിയോ? അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഭക്ഷണം. നമുക്കൊക്കെ അള്ളാഹു തആല നല്ലോണം തന്നില്ലേ? നോക്കൂ നിങ്ങള്, നമുക്കൊക്കെ അള്ളാഹു തആല വേണ്ടുവോളം ഭക്ഷണം. കുട്ടികളൊക്കെ പണ്ടൊക്കെ നമ്മള് പെരുന്നാക്ക് എന്തേ ഉണ്ടാക്കിന്റെ, പണ്ടൊക്കെ കുറെ അപ്പുറത്ത് ഇങ്ങനെ ചിന്തിച്ചു നോക്കി, വാപ്പ ചോദിക്കും, നോക്കടാ പെരുന്നാക്ക് നിങ്ങൾക്ക് തുണി കുപ്പായി എടുക്കണോ വേണ്ടത്, ഇറച്ചി കൊണ്ടുവരാൻ വേണ്ടോ? ആ കുട്ടികൾ പറയും ഇറച്ചി ആയിക്കോട്ടെ ഇപ്പൊ ചെയ്യുന്നു. ഇപ്പച്ചില്ലട്ടൊക്കെ പിന്നെ വന്നാണ് അല്ലേ? അത് പറയാൻ നിൽക്കുന്നോണ്ട് ഇപ്പച്ചി പിന്നെ വന്നാണ്. ഒന്ന് ബാപ്പേനു ബാപ്പ അറിയാ ഇറച്ചി ആയിക്കോട്ടെ. കാരണം അങ്ങനെ കിട്ടുള്ളൂ. നല്ലൊരു തേങ്ങാച്ചോറൊക്കെ വെച്ചാൽ ഇന്നിപ്പോ എത്ര ഐറ്റംസ് ആണ് യൂട്യൂബിന് തുറന്നു വെച്ചിട്ട് അത് വെച്ചുകൊണ്ടല്ലോ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. പെരുന്നാളിന്റെ 2 ദിവസം മുമ്പ് തന്നെ പെണ്ണുങ്ങൾ ലിസ്റ്റ് തരും നമ്മളെടുത്ത്, നമുക്ക് പെരുന്നാൾക്ക് ഇതേക്കോട്ടെ അതേക്കോട്ടെ എന്ന് പറഞ്ഞ എന്തിനാ ഇത് 4-5 എണ്ണം? അത് കുഞ്ഞുമോനെ അതേ പറ്റുള്ളൂ, ഇമ്മൂന് തന്നെ വേണമെന്ന് പറഞ്ഞു. എല്ലാവരും ഇനി പെരുന്നാളായിട്ട് അറ്റങ്ങളെ വെറുപ്പിക്കണ്ടായിരിക്കും അല്ലെ? എന്തോ ഒരു സൗകര്യങ്ങളാണ്, എന്തൊരു സൗകര്യം. എന്നാലും ആ രസത്ത് കിട്ടണമില്ല. അതിൻ്റെ ത്രില്ലുണ്ടല്ലോ പെരുന്നാൾക്ക്. പണ്ടൊക്കെനോ വളരെ പണ്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ വയസ്സായവർക്കൊക്കെ അറിയാം, അന്ന് കുടുംബത്തിൽ ഒരാള് എവിടുന്നൊരു അത്തറ് വാങ്ങിയിട്ടുണ്ടാവും, അത് വലിയ പഞ്ഞിമാക്കിയിട്ട് അയാൾ ആ പഞ്ഞി ചെവിയിൽ വെച്ച് വരും. ഇങ്ങോട്ട് കുട്ടിയാൾക്ക് അതിന് തിരക്കേക്കാറ് ഈ ചെവിന്ന് എടുത്തിട്ട് ആ പഞ്ഞിന്റെ ഓരോ കഷ്ണം ഇങ്ങനെ കൊടുക്കും. മൂപ്പര് തൊട്ട പാത്രം മുഴുവൻ എരപ്പായിക്കും. കാരണം എന്താ വെച്ചാൽ തിന്നാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. എന്നാലും ആ പെരുന്നാളിൻ്റെ മണം എത്ര ദിവസം ഉണ്ടാവും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടി, അപ്പൊ അതിനനുസരിച്ചൊക്കെ ഉണ്ടാവും. എന്നാലും ഭക്ഷണം അള്ളാഹു നൽകുന്ന വലിയൊരു നിഅമത്ത് നമുക്ക് യഥേഷ്ടം ഉണ്ടായതുകൊണ്ട് പലപ്പോഴും നമ്മളതിന്റെ ഗൗരവം അറിയില്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ചോൻ തന്ന ഇതൊക്കെ റബ്ബിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിൻവലിക്കാം. അതുകൊണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ 2 പ്രധാനപ്പെട്ട സംഗതി, 2 ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഒന്നെന്താ അറിയോ? നല്ല സുഭിക്ഷമായി ആഹാരം കഴിച്ചാൽ അത് കഴിഞ്ഞ ഉടനെ ഒരു 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. 2 റക്അത്ത് നിസ്കരിക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. അത് പടച്ചോൻ തന്ന ആ ഭക്ഷണത്തിന് ഒരു നന്ദിയാണ് അത്ര. മുത്തിലൊക്കെ 2 റക്അത്ത് സുന്നത്താണ്. പക്ഷെ അത് അതിന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു ആഹാരം തന്നതിൽ റബ്ബിനുള്ള ശുക്ർ. പിന്നെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കുന്ന ഏതാ വെച്ചാല്, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പിന്നെ നല്ല റാഹത്തായി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 ആയത്താണ് പറയുന്നത്. എവിടുന്നാണെങ്കിലും വേണ്ടില്ല, ഖുർആനിൽ നിന്ന് 10 ആയത്ത് ഓതൽ സുന്നത്തുണ്ട്. മഹാനായ ഇസ്മായിൽ ഹഖി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ ഇന്ന് നമ്മൾ കൃത്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ വെറുതെ അങ്ങനെ പറയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. 119-ാമത്തെ ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം.
അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ആ ഒരു പോയിന്റ് ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി ചോദിക്കും. അപ്പോൾ നമുക്ക് 10 ആയത്ത് അതാണ്, ഒരു ഫാത്തിഹയും ഒരു ഇന്നായത്തനാക്കി ഒരു മതി. ഫാത്തിഹയിലെ 7 ആയത്തും ഇന്നായത്തനാക്കലും 3 ആയത്തും. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നന്ദി പറയുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും നമ്മൾ പരസ്പരമൊക്കെയാണ് ഈ ചെയ്തു കൊടുക്കാൻ തോന്നുക അല്ലേ? അങ്ങനെയുള്ളോ? നമ്മൾ ഒരു ഉപകാരം, ഒരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മളിത് നന്ദി കാണിക്കണമല്ലോ, അപ്പോഴാണല്ലോ വീണ്ടും ചെയ്തു കൊടുക്കാൻ തോന്നുക. എന്നതുപോലെ നമ്മൾ അള്ളാഹു നമുക്ക് വലിയൊരു അനുഗ്രഹം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്യണം. ആ നന്ദിയാണ് ഒരു 10 ആയത്തോതാൻ 2 റക്അത്ത് നിസ്കരിക്കേണ്ട പണിയില്ല. 10 ആയത്തോതാൻ ഒരു 10 ഖുർആനിൽ നിന്ന് ആത്മാർത്ഥമായിട്ടൊരു 10 ആയത്ത്. നമ്മൾ ചോറൊക്കെ ഇങ്ങനെ തിന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കും, പല്ല് കുത്താനൊക്കെ ലെവലാക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ വിടും. നമ്മൾ ആഴ്ചകളൊക്കെ അവിടെ എത്തിയെന്നുള്ളതിൻ്റെ തെളിവാണ്. തികട്ടി ഇങ്ങനെ വരും. അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കേണ്ട എന്താ അറിയോ? നമ്മൾ തിരക്കിടില്ല, കഴിഞ്ഞു പോകുമ്പോൾ പോരാ നല്ലോണം കഴിച്ചേക്കും. കല്യാണത്തിനൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഭക്ഷണം എന്ന് വെച്ചാൽ ഉഷാറായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ടായിരിക്കൊരു പേരാവോൻ അങ്ങനെ പേര് കിട്ടണ്ട എന്നുള്ള നിലക്കൊന്ന് അഭിനന്ദിക്കാൻ നമുക്ക് മടിയേകാരം. നന്മയെ പറയണ്ട്. എന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുറുക്ക് എത്ര നല്ല കറിയാണെന്ന് നിമിതങ്ങൾ പറഞ്ഞത്. അതാണ് മാതൃക. അപ്പോൾ അതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യുക? സഹോദരിമാരൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. സഹോദരിമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൽക്കാണ് ഇത് കണ്ട് ചിലപ്പോൾ ചിലർക്ക് ഭക്ഷണം കണ്ട് കുഴപ്പമില്ലാന്ന് കണ്ട് വരണമെങ്കിൽ ഭയങ്കര ഇടങ്ങാറാ. ചിലർക്ക് കിട്ടും, ചിലർക്ക് പിന്നെ അവനുണ്ടാക്കി എത്ര തല്ലിപ്പൊളിയാണെങ്കിലും അത് ഉഷാറാണെന്ന് തന്നെ ഈ കാരണം. വേറെ ഇടുന്നതിലൊക്കെ ആണെങ്കിൽ അതങ്ങോട്ട് ഉഷാറാണെന്ന് പറയാൻ മനസ്സ് സമ്മതിക്കൂല. എന്തായിരുന്നാലും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 ആയത്തോ എന്ന കാര്യം അന്നിപ്പോൾ അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വെറുതെ കിട്ടുകയാണ് നമുക്ക് ഒരു സുന്നത്ത്. മാത്രമല്ല നമ്മളെ ഭക്ഷണത്തിൽ പഠിച്ചാൽ വിശാലത തന്നോളും. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അതിൻ്റെ ശേഷം ലാസ്റ്റ് ഓതിയ ആയത്തോക്കു 120-ാമത്തെ ആയത്ത്. അത് വലിയ ആയത്താണ്. ആയത്ത് ചെറുതാണെങ്കിലും അങ്ങനെ വലിയ വിശദീകരണങ്ങളുണ്ട്. وذروا ظاهر الإثم وباطنه إن الذين يكسبون الإثم سيجزون بما كانوا يقترفون وذروا ظاهر الإثم കുറ്റങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായതിനെ നിങ്ങൾ വർജിച്ചോളൂ. വബാതിനഹു പരോക്ഷമായതിനെയും നിങ്ങൾ വർജിക്കണം. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ സയുജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ അവർ അനുവർത്തിക്കുന്നതിന്റെ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്ക് നൽകപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. അത് വഴിയെ അവർക്ക് ലഭിക്കും. ഓരോരുത്തരും ചെയ്തതിന്റെ ഫലം അവർക്ക് ലഭിക്കും. ഇവിടെ പറയുന്നത് പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ പ്രത്യക്ഷമല്ലാതെ ചിലത് പെട്ടെന്ന് ഇങ്ങനെ കാണും, ചിലത് കാണൂല. 2 കുറ്റങ്ങളെയും നിങ്ങൾ വർജിച്ചോളൂ. ഇത് വിശാലമായ അർത്ഥങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ചിലത് പ്രത്യക്ഷത്തിൽ നമുക്കറിയാം തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ അറിയാം. ചിലത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയൂല. തെറ്റായ ചിന്തകൾ, ഒരിക്കലും വേണ്ടാത്ത ചിന്തകൾ, നമുക്ക് പറ്റാത്ത ചിന്തകൾ, അതൊക്കെ അല്ലാഹു അറിയണ്ടല്ലോ. ഖുർആൻ തന്നെ പറയുന്നത് വയഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. അല്ലാഹു തആല മനസ്സ് മന്ത്രിക്കുന്നത് വരെ അല്ലാഹു അറിയുന്നതാണ്. നമ്മളെ മനസ്സിൽ എന്തൊക്കെ വരുന്നതൊക്കെ അല്ലാഹു അറിയും. അപ്പൊ തെറ്റായ കാര്യങ്ങൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ആർക്കും കാണാൻ കഴിയൂല, അതിനെ വർജിക്കണം. പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നതുണ്ടാവും ഒരുപാട് തെറ്റുകൾ, അത് പ്രത്യക്ഷത്തിൽ തന്നെ കാണാം. തെറ്റാളെ പോനാ ചെയ്യുന്നത്, പരസ്യമായിട്ട് ചെയ്യുന്നത്. 2ഉം വർജിക്കണം എന്നാണ്. അപ്പോൾ ഇതിലൊക്കെ ഏറെ ശ്രദ്ധിക്കണം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. അതായത് പിന്നെ ഒരു വലിയ മഹാന്, അദ്ദേഹം പിന്നെ ഒരു യാത്രയിലാണ്, ബസ്റയിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ വഴിയിലൂടെ, നല്ല വിശാലമായ വഴിയിലൂടെ പോകുന്ന സമയത്ത് പിന്നെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോ ആ കളിക്കുന്ന കുട്ടികളിൽ നിന്ന് മാറിയിട്ട് ഒരു കുട്ടി മാത്രം കളിക്കാതെ മാറി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ കഴിഞ്ഞ നമ്മൾ നബി തങ്ങളുടെ ഒരു ചരിത്രം പറഞ്ഞു, അതല്ലത്, ഇത് വേറെയാണ്.
മാറി നിൽക്കുന്ന കുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, പിന്നെ എന്താണ് മോനെ നീ മാത്രം മാറി നിൽക്കുന്നത്, എന്താ കളിക്കാത്ത? അപ്പോ അന്ന് ഉപയോഗിച്ചിരുന്ന ഈ കുട്ടികളുടെ ഈ കളിക്കോപ്പുകൾ ഈ കുട്ടിക്ക് സ്വന്തമായി ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുട്ടി മാറി നിൽക്കുന്നതെന്ന് കരുതിയിട്ടാണ്. ഇപ്പൊ ഫുട്ബോളൊക്കെ ആണെങ്കിൽ ഒറ്റൊന്ന് മതി എല്ലാവർക്കും കൂടി. ഇത് അങ്ങനെ അന്നത്തെ കുട്ടികളുടെ കളിക്കോപ്പുകൾ അതില്ലാത്തതുകൊണ്ടാണെന്ന് കരുതിയിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താ മാറിക്കുന്ന കളിക്കാത്ത? പിന്നെ കുട്ടികൾക്ക് കളി അനുവദിച്ചാണല്ലോ. അപ്പൊ ഈ കുട്ടി ഈ മഹാനോട് പറഞ്ഞു, യാ ഖലീലൽ അഖ്ൽ മാ ലില്ലഅബി ഖുലിഖ്നാ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി പറയുന്ന എന്താണ്? ഓ ബുദ്ധി കുറഞ്ഞ മനുഷ്യ, കളിക്ക് വേണ്ടിയല്ല നമ്മൾ പടക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഇയാൾ ചോദിച്ചു, മോനെ ഫലിമാദാ ഖുലിഖ്നാ, പിന്നെ എന്തിനാണ് നമ്മൾ പടക്കപ്പെട്ടത്? ആ കുട്ടിന്റെ ഭാഷയിൽ, കാരണം കുട്ടികൾക്ക് കളി അനുവദിച്ചാണല്ലോ. അപ്പൊ ഈ കുട്ടി പറഞ്ഞ എന്താ പറയുക, ഈ സ്വബി പറഞ്ഞ ഈ ചെറിയ മോന മഹാനോട് പറഞ്ഞത്, ലിൽഇൽമി വൽ ഇബാദ, അറിവ് നേടുന്നതിനും അതുപോലെ ഇബാദത്ത് ചെയ്യുന്നതിനും അതിനു വേണ്ടിയിട്ടാണ് പടക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കാം. അങ്ങനെ പറഞ്ഞപ്പോ ഇയാൾക്ക് ഭയങ്കര ആശ്ചര്യം. കാരണം ചെറിയ വായ, പക്ഷെ വലിയ പോയിന്റ് വരുന്നല്ലോ കുഞ്ഞു വായയിൽ നിന്ന് എന്നതുപോലെ ഈ കൊച്ചു മോനിൽ നിന്ന് ഗൗരവമുള്ള വർത്താന വരുന്നത്. ഗൗരവമുള്ള വർത്താനാണ്. ചെറുതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു തമാശയായിട്ട് തോന്നും. ഇത് തമാശല്ല, ഈ മഹാന് ഇത് വലിയ അത്ഭുതമായി തോന്നി. അപ്പൊ ഈ കുട്ടിയോട് ചോദിച്ചു, മിൻ ഐന ലക ദാലിക് ബാറകല്ലാഹു ഫീക്, മോനെ ബാറകല്ലാഹു ഫീക്, മോനെ എവിടുന്നാണ് എനിക്കിത് കിട്ടിയത്? അള്ളാഹ് എനിക്ക് ബർക്കത്ത് കേട്ടെ. ഏത്? അതായത് ഞങ്ങൾ കുട്ടികൾ പടക്കപ്പെട്ടത് കളിക്കാൻ വേണ്ടിയിട്ടല്ല, കാര്യത്തിനാണ്. ഇബാദത്തിനും ഇൽമ് നേടാനും, അതിനാണ് ഞങ്ങൾ പടക്കപ്പെട്ടത്. അപ്പൊ മോനെ എവിടുന്നാണ് എനിക്കിത് കിട്ടിയത്? അപ്പൊ ഈ കുട്ടി ഉടനെ തന്നെ ഒരായത്തോതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അൽ മുഅ്മിനൂന സൂറത്തിലെ 115-ാമത്തെ ആയത്ത് ഈ കുട്ടി ഓതുകയാണ്. ഈ ആയത്തിൽ പറയുന്നത് എന്താ? അഫഹസിബ്തും, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്നമാ ഖലഖനാകും അബസാ, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, തീർച്ചയായിട്ടും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾ വെറുതെ പടക്കപ്പെട്ടു നിങ്ങൾ വിചാരിക്കണ്ട, നമ്മിലേക്ക് മടക്കപ്പെടൂലെന്ന് വിചാരിക്കണ്ട. നിങ്ങളെ കാര്യത്തിനാണ് ഞാൻ പടക്കപ്പെട്ടുകൊണ്ട് കളിച്ചാനല്ല. ഇത് മുതിർന്നവരോട് പറഞ്ഞാണ്. പക്ഷെ ഈ കുട്ടി ഈ ആയത്തിൽ വല്ലാതെ ചിന്തിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പറഞ്ഞോടുകൂടെ ഈ മഹാൻ കരഞ്ഞുപോയി അവിടുന്നതാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ചെറിയ കുട്ടികളിൽ നിന്ന് ഒരുപാട് പോയിന്റുകൾ നമുക്ക് കിട്ടും. അതിലൊരു പോയിന്റ് എന്താ അറിയങ്ങള്, ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്തിൽ പറയുന്നുണ്ട്, വലഖദ് കറംനാ ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ്, ബഹുമാനിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇപ്പൊ ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിക്കുക? ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ആ ആദരവ് എങ്ങനെയാണ്? വലഖദ് കറംനാ ബനീ ആദം ബിൽ ഇൽമി വത്വാഅത്തി, ത്വാഅത്താണ് ഈ ഭാഗത്ത് അറിയുന്നത്. അപ്പോ അറിവ് നേടുക, ആ അറിവിനനുസരിച്ച് ഇബാദത്ത് ചെയ്യുക. അങ്ങനത്തെ ആൾക്കാരെയാണ് അല്ലാഹു തആല ആദരിച്ചത്. അല്ലാതെ നമ്മൾ ഇബാദത്തും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, റബ്ബിനെ പറ്റിയൊരു ചിന്തയില്ല, അല്ലല്ല. ആ ഒരു ചിന്ത വേണം. അവരെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. നമ്മൾ പരിശുദ്ധ റമളാൻ കഴിഞ്ഞ് മതരംഗത്തെല്ലാത്തിൻ്റെ ഒരു പുതിയ തുടക്കേക്കാറ്. അപ്പൊ നമ്മൾ തന്നെ റമളാൻ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സാണ്. നമുക്ക് ഒരു ക്ലാസ് ഒഴിവായിട്ടില്ല. ചിലത് റമളാന് പെരുന്നാളിന്റെ പിറ്റേന്നൊക്കെ ക്ലാസ്സായി വരികയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ക്ലാസ് ഒഴിവാവും. നമുക്കത് ഒഴിവായിട്ടില്ല. നല്ലൊരു തുടക്കമാണ്. അതേപോലെ തന്നെ നോക്കുമ്പോൾ ഇതാ ചൊവ്വാഴ്ച നമ്മളെ മദ്രസകളൊക്കെ തുറക്കുകയാണ്. കുട്ടിയൊക്കെ ചിലപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. സ്കൂള് പൂട്ടി അപ്പോഴേക്ക് ഇനിയിപ്പോൾ മദ്രസ തുറക്കും. ഇത് രണ്ടും കൂടിയൊന്നും ഒപ്പം നമുക്ക് കരുതും കുട്ടികൾ. അപ്പൊ ഇത് നമ്മളോട് പറയുമ്പോൾ അമ്മമാര് പറയും, ആന്ന് ഞാനും അതന്നെടാ ആലോചിക്കണ്ട, വല്ലാത്തൊരു ഇടങ്ങാറാണ് ഈ മദ്രസ.
നമ്മൾ എണീച്ചു കൊടുക്കരുത് പറഞ്ഞമാർക്ക്. അത് എൻ്റെ ഭയങ്കര പ്രശ്നമാണ്, പ്രതികൂലമായിട്ട് പറയും. നമ്മളെ സംസാരത്തിൽ നിന്ന് കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുക. നമ്മൾ ആവേശം കാണിക്കണം. നല്ല തണുപ്പുള്ള ദിവസത്തേക്കാൾ ചിലപ്പോൾ മഴയുണ്ടാവും. അപ്പോൾ ഇമ്മന്നെ 1ാം ക്ലാസ്സിലെ കുട്ടീനോട് പറയും, എങ്ങനെയാണ് ഈ കുഞ്ഞി കുട്ടികളൊക്കെ പറഞ്ഞേക്കുക? അപ്പോൾ ഈ കുട്ടി ഇതിന് കേൾക്കുമ്പോൾ ആ അമ്മാണ് അല്ലേ, ആ കുട്ടി നേരെ കുറച്ച് ആ കുട്ടീൻ്റെ മുന്നിൽ നിന്ന് ഉമ്മ പറയാം, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇതിലേറെ വലിയ കാറ്റുമായി ഉണ്ടായിട്ട് എനിക്കൊരു പ്രശ്നമില്ലെന്ന് തോന്നിയാൽ എനിക്കറ്റപ്പോൾ അത് പ്രശ്നമുണ്ടോ തോന്നും കുട്ടിക്ക്. അതാണ് മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ ചിലപ്പോൾ കുട്ടികളുടെ ഉസ്താദുമാരെ ചിലപ്പോൾ റേഞ്ച് യോഗത്തിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയാണ്ട് നല്ല അച്ചടക്കത്തിലിരുന്നാൽ ഞാനത് പറഞ്ഞുതരാറ്. ആ കുട്ടികളെല്ലാവരും ഉണ്ടാതിരിക്കും. അപ്പോൾ ഉസ്താദ് പറയും, എന്ത് നാളെ റേഞ്ച് യോഗമാണ് ഡണ്ടടന്ന്, മനസ്സിലായില്ലേ? അപ്പം ഉണ്ടാവും കുട്ടികൾക്കൊരു ആരവം മഴക്കൽ, എന്തോ സന്തോഷം. ശരിക്കത് നെഗറ്റീവാക്കിയാണ്, അങ്ങനെ പറയരുത്. കാരണം എന്താ, ഒരു മദ്രസ യുവകളുള്ളൂ, അത് നമ്മളെന്നെ സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ അങ്ങനെയല്ല ശരിക്കും പറയണ്ടേ. ഞാൻ മനസ്സിലാക്കേണ്ട ഉസ്താദ് പറയാം, എനിക്കിപ്പോൾ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ കുട്ടികൾ എൻ്റെ ഉസ്താദേ നിങ്ങളെ പെരിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ നോക്കിക്കാരം കുട്ടികൾ. അന്നല്ല മക്കളെ, എനിക്ക് എൻ്റെ കുട്ടികളെപ്പം നാളെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. നാളെ നമുക്ക് ഖുർആൻ പഠിക്കാൻ പറ്റില്ലല്ലോ, നാളെ നമുക്ക് ലിസാനുൽ ഖുർആൻ കേൾക്കണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ദേഷ്യം. അപ്പോഴാണ് നമ്മൾ പറയേണ്ടത്, നാളെ ഇപ്പം ലിസാൻ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള. അപ്പോഴാണ് കുട്ടികളിങ്ങനെ, അങ്ങനെയാണ് സംഭവം അല്ലേ, ആ ചെറിയ മനസ്സിൽ വരും. അങ്ങനെ വരുത്തുണ്ട്. നമുക്ക് റേഞ്ച് യോഗ ആയതുകൊണ്ട് കുട്ടികൾക്ക് എന്നും റേഞ്ച് ആകാനേക്കാരം. പുതിയ മൊബൈലിലെ റേഞ്ച് കേൾക്കാത്ത കാലത്ത് നമ്മൾ കേൾക്കേണ്ടതാണ് ഈ റേഞ്ച്. മദ്രസിലെ റേഞ്ച് ഉണ്ട് കേൾക്കാമല്ലോ. നമ്മളെ നാളെ മലപ്പുറത്ത് മുണ്ടോറമ്പിലെ പിന്നെ റേഞ്ചിന്റെ സെക്രട്ടറി നിൽക്കേണ്ട മദ്രസിൽ കള്ളം കടന്നു. ഞാൻ റേഞ്ചിന്റെ പൈസ കൊണ്ടുപോയി. പിന്നെ പോലീസ് അന്വേഷണം വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു റേഞ്ചിന്റെ പൈസ. പോലീസുകാരനെ എങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാണ് റേഞ്ചിന്റെ പൈസ എന്ന് പറഞ്ഞാൽ ഇത് ഒരു നിലക്കും പിടുത്തം കിട്ടൂലല്ലോ. ആദ്യം റേഞ്ച്, പിന്നെ അതൊക്കെ പറഞ്ഞെടുത്ത സമയം കുറെ കഴിഞ്ഞ് കിട്ടി. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, അതെങ്ങനെ നിങ്ങളിവിടെ വെക്കാൻ പാടുണ്ടോന്ന്, അതെങ്ങനെ നിങ്ങളിവിടെ പള്ളിയിൽ മദ്രസിലൊക്കെ വെക്കാൻ പാടുണ്ടോ? കള്ളനോ നല്ല ആൺകുട്ടി, അവൻ ഉഷാറായിട്ട് അവിടെയൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റി നോക്കി ഒക്കെ വന്നിട്ട് CCTV ചെറുക്ക് കാണാൻ കള്ളനെ അവനെ കിട്ടി. നല്ല കിട്ടി, പൈസ കിട്ടിയില്ലെന്ന് മാത്രം, കള്ളനെ കിട്ടി. പൈസ ഭയങ്കര നൂലാമാരല്ലേ, അത് കോടതിയിൽ നിന്ന് കിട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെയുള്ള പിന്നെ നിയമങ്ങൾ അതിന്റെ വൈക്കട് പോയാൽ അങ്ങനെയുള്ളൂ ആവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഇവിടെ പറഞ്ഞപ്പോ എന്താ, അതായത് നമ്മൾ ഇൽമിനെ പറ്റി പറഞ്ഞതാണ്. അപ്പൊ നമ്മളെ മദ്രസ തുറക്കണം. ഞാൻ സാന്ദർഭികമായിട്ട് പറയാട്ടോ, നമ്മളെ ഇതിലൊക്കെ കുറെ മദ്രസ കമ്മിറ്റിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ അതിനൊക്കെ ഉത്തരവാദപ്പെട്ട ഒരുപാട് മഹല്ലുകളിൽ നിന്ന് വരുന്നവരാണ്. നമ്മൾ ഈ മദ്രസയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ നമുക്ക് വേണം. ഇൽമ് വളരെ പ്രധാനമാണ്, അറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് ഇസ്ലാമിന്റെ ജീവൻ എന്ന് പറയാനുള്ള കാരണം എന്താ, അതില്ലെങ്കിൽ നമ്മൾ ചത്തതുപോലെയാണ്, കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഇബാദത്തില്ലാതെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. എല്ലാം നമുക്ക് ഖുർആനിൽ നോക്കിയാൽ പരിഭാഷ നോക്കിയാൽ കിട്ടോ, തീരെ കിട്ടൂല. അതൊക്കെ നമ്മൾ കുറെ സംസ്കരണത്തിന്റെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, മൊത്തം ഒരു ഈമാൻ വർദ്ധിപ്പിക്കാൻ എന്നതല്ലാതെ നിസ്കാരത്തിന്റെ മസല ഖുർആനിൽ നോക്കിയാൽ കിട്ടോ, ഒരിക്കലും കിട്ടൂല. 5 വഖ്ത് നിന്ന് കിട്ടാൻ തന്നെ പണിയാണ് നമുക്ക്. പിന്നെ എങ്ങനെ റുക്കൂ, എങ്ങനെ സുജൂദ്, എങ്ങനെ ചെല്ലണം, എങ്ങനെ ഓതണം, എന്തൊക്കെ വേണം, എത്ര റക്അത്ത്, ഇതൊക്കെ സുന്നത്താണ്. സുന്നത്ത് പറഞ്ഞാൽ അതിനാണ് പ്രവാചകൻ, അത് ഖുർആൻ തന്നെ പറഞ്ഞാണ്, നിങ്ങളാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്, അതിനാണ് നിങ്ങളെ. അവ നബിതങ്ങളാണ് അതൊക്കെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കാണിച്ചിട്ട്. നബിതങ്ങൾക്കാകട്ടെ അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായിട്ട് പഠിപ്പിച്ചാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, പിന്നെ നമ്മളെ കുട്ടികൾക്ക് ഇൽമ്, ചെറിയ കുട്ടികളൊക്കെ നമ്മൾ പിന്നെ ഒരിക്കലും മുടക്കരുത്. ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണം, ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണം. 3 നിലക്ക് അല്ലാഹു തആല അറബി ഭാഷക്ക് മഹത്വം നൽകിയിട്ടുണ്ടെന്നാണ്. ഒന്ന് നബിതങ്ങൾ പറഞ്ഞത് ലി അന്നി അറബിയ്യുൻ, ഞാൻ അറബിയാണെന്നാണ് ഒന്ന് പറഞ്ഞത്. മറ്റൊന്ന് നബിതങ്ങൾ പറഞ്ഞത് വൽ ഖുർആനു അറബിയ്യുൻ, ഖുർആൻ അറബിയാണെന്നാണ്. പിന്നെ നബിതങ്ങൾ പറഞ്ഞത് സ്വർഗത്തിലെ ഭാഷ അറബിയാണെന്നാണ്. ഈ 3 കാരണമാണ് പറഞ്ഞത് അറബി ഭാഷന്റെ മഹത്വം. ഖുർആൻ നല്ല ശുദ്ധ അറബിയിലാണെന്ന് പറയും. അറബി അല്ലാത്ത ചില വാക്കുകളൊക്കെ ഖുർആനിലുണ്ട്, പക്ഷെ പിന്നെ അറബിയായിട്ട് വന്നു എന്ന് മാത്രം. ചില റോമൻ വാക്കുകൾ, പേർഷ്യൻ വാക്കുകൾ,
എത്യോപ്യൻ ഭാഷയിൽ വരുന്ന ചില വാക്കുകളൊക്കെ പരിശുദ്ധ ഖുർആനിൽ അത് പിന്നെ അറബിയായിട്ട് വന്നു എന്ന് മാത്രം. ഇതുപോലെ അറബി വാക്കുകൾ ചിലത് നമ്മളിപ്പോൾ സാധാരണ മലയാളികളും മറ്റൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, വക്കീല് അങ്ങനെയുള്ള പ്രയോഗം വ്യാപകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. സോബൂന്, ഹൽവ, ഇതൊക്കെ ശരിക്ക് അറബിയിൽ നിന്ന് വന്നാണ്. ഹൽവയാണ് മധുരമുള്ള സാധനം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായിരുന്നാലും പറഞ്ഞു വരുന്നത്, നമ്മളെ ഭാഷയാണ് യഥാർത്ഥത്തിൽ അറബി ഭാഷ. അത് അതിൻ്റെതായ ആ രൂപത്തിൽ നമ്മളെ കുട്ടികൾക്ക് ചെറുപ്പത്തിലേണ് കൊടുക്കണം. ചെറുപ്പത്തിൽ കല്ലിൽ കൊത്തിവെച്ച പോലെ അതിന് നമുക്ക് മദ്രസ തന്നെ വേണം. അത് വല്ലാത്തൊരു സംസ്കാരമാണ്. മാത്രമല്ല നമ്മൾ ഈ അറബി ഭാഷ പഠിക്കലും അതുപോലെ തന്നെ ലിസാനുൽ ഖുർആനിലൂടെ നമ്മൾ പഠിക്കുന്ന കുട്ടികൾ കർമ്മപരമായ കാര്യങ്ങൾ ഫിഖിലൂടെ പഠിക്കുന്നുണ്ട്. ഖുർആൻ എങ്ങനെ ഓതണം എന്നുള്ളത് തജ്വീദിലൂടെ പഠിക്കുന്നുണ്ട്. ചരിത്രം താരീഖിലൂടെ പഠിക്കുന്നുണ്ട്. വിശ്വാസ കാര്യങ്ങൾ അഖായിദിലൂടെ പഠിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഇപ്പോൾ നമ്മളെ പരലോകത്തോടും മറ്റും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ ജീവിതത്തോട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് അഖ്ലാഖിലൂടെ പഠിക്കുന്നത്. സ്വഭാവം എങ്ങനെ വേണമെന്നുള്ളത്. ഇപ്പൊ നോക്കി, നിങ്ങൾ തൊഴിലിന്റെ പേരിലുള്ള ഒരു പീഡനം ഇന്നലെ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ കാട്ടുണ്ട് തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന ആൾക്കാരാണ്. ഓൽക്കൊരു ടാർഗറ്റ് ഉണ്ട്, അത് തീർന്നില്ല എന്നുള്ളതിന്റെ പേരിലാണ്. ശരിക്കും ഒരു പട്ടിക്ക് പിന്നെ നമ്മൾ ഈ ഇതൊക്കെ ഇടുന്നത് പോലെ ഒരു ബെൽറ്റ് കഴുത്തിനിട്ടിട്ട് പട്ടിയെ പോലെ നടത്തിക്കുകയാണ്. ഒരുത്തം ഒരു പഴത്തിന്റെ കഷ്ണം വായിലിട്ട് തുപ്പിയിട്ട് ഇടുകയാണ്. അത് ഇവനെ കൊണ്ട് നാവ് കൊണ്ട് എടുപ്പിക്കുകയാണ്. കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വന്തം സഹജീവികളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കൊടും ക്രൂരതയെന്ന്? അവിടെയാണ് പ്രശ്നം. വിദ്യാഭ്യാസം ചെറുപ്രാവ ഇംഗ്ലീഷോ പറയും, പക്ഷെ ധാർമ്മിക വിദ്യാഭ്യാസമില്ല. അതുകൊണ്ടാണ് അതുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഒരാളോട് അങ്ങനെ ചെയ്യൂല, ഒരാളോടും ചെയ്യൂല. കൊടും ക്രൂരത. നമ്മളെ കേരളത്തിൽ തന്നെ ഇന്നലെ കണ്ടില്ല, പിടിച്ചല്ലോ. അന്ന് വിടരുത്. എവിടെയാണ് അറസ്റ്റ് ചെയ്തു? നമ്മളവിടെ തന്നെയാണത്, അടുത്താണ്, തൃശ്ശൂരില്ലേ. ഏതായിരുന്നാലും നമ്മൾ സ്കൂൾ ചില ഭൗതിക സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെ കുട്ടികൾ ജൂനിയേഴ്സിനെ സീനിയേഴ്സ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ മുതിർന്നവരാണ് ഈ ചെയ്യുന്നത്. എന്നിട്ട് അതിനൊക്കെ പോയി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നൊരു പീഡനം സഹിച്ചാൽ നാളെ നേരെ കൊടുക്കുമാണ്ട് പോകണം, അന്തല്ലിട്ടല്ലേ. എത്ര പണി കിട്ടും, എത്ര ജോലി, ഇതിനൊക്കെ സ്കോപ്പ് ഉണ്ട് ഇവിടെ. ഒരു ജോലി തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് അതിലേറെ പ്രശ്നമുള്ള ചെയ്തത് പോയോല് ചിലപ്പോ ഒരു പരിമിതികൾ ഉണ്ടാവും, അല്ലാഹു അലം. പക്ഷെ ചെയ്ത ആൾക്കാർ നോക്കുക, ഇതൊന്നും ഇപ്പൊ ഒരു വിഷയമല്ല. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഈ ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ്. എല്ലാ ആളുകൾക്കും അതുണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളിപ്പോ എല്ലായിടത്തും നമ്മൾ നോക്കണ്ട, നമ്മളെ കുട്ടികളിൽ നിന്ന് വേണ്ടാത്തത് ഇല്ലാതിരിക്കാൻ, അവരെ പരലോകം രക്ഷപ്പെടാൻ ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ കുട്ടികളെ കൊണ്ട് നമുക്ക് നേട്ടം കിട്ടണം. കാരണം അവർക്ക് കാര്യങ്ങൾ അറിയണം. ഈ അഖ്ലാഖ് എന്നുള്ളൊരു വിഷയം ഭൗതിക രംഗത്ത് സ്കൂളിൽ പഠിപ്പിക്കണില്ലല്ലോ. ഇമ്മാരെയും വാപ്പാരെയും എങ്ങനെയാണ് നോക്കേണ്ടത് അതില്ലല്ലോ. ഇപ്പൊ കോടതിയിൽ നിന്നപ്പോൾ കിട്ടും. അത് കിട്ടിയിരുന്നെങ്കിൽ നോക്കി വളർത്തിയ പെൺകുട്ടി കഷ്ടപ്പെട്ട് നോക്കി വളർത്തി 18 വയസ്സായപ്പോൾ ഒരാളൊപ്പം പോവാണ്. കോടതി എന്ന് പറയാണ്, മോളെ ആരെ കൂടെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. അവള് പ്രായപൂർത്തിയായതുകൊണ്ട് അവള് പറയാണ്, ഞാൻ അയാളെ കൂടെ പോവാണ്. കൈവന്ന് പിടുത്തം വിട്ടിട്ടില്ല. ഓലുണ്ടാളും ഭയങ്കര ചങ്കുകളാണ്. ഇപ്പൊ ഉമ്മയും വാപ്പിയൊന്നുമല്ല. എന്നാ കോടതിക്ക് പറയാൻ കഴിയണം. കോടതിക്ക് അറിയാം, നിയമം പറയാൻ സമ്മതിക്കൂല. മോളെ പെറ്റ തള്ളനെ വിഷമിപ്പിക്കണ്ട കേട്ടോ, 4 ദിവസം കഴിഞ്ഞാൽ എന്നെ ഒഴിവാക്കും, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എന്നെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് കോടതി പറയില്ല. അത് പോലീസ് സംരക്ഷണം കൊടുക്കും, ഓല ഇറങ്ങിപ്പോവും. അങ്ങനെ ഇറങ്ങിപ്പോയാലൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. അവിടെ മതം തന്നെ ഇടപെടണം. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ അങ്ങനത്തെ കേസ് എത്തുമ്പോൾ പോലീസുകാരനെ പറയും മാതാപിതാക്കളോട്, നീ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നൊക്കെ, ഒന്ന് നോക്കിക്കോളൂ, അവസരം കൊടുക്കും. എങ്ങനെങ്കിലും ഇറ്റങ്ങൾ ഇറങ്ങിപ്പോകാതെ മാരിപ്പാരിയും കൂടെ പോയിക്കോട്ടെ എന്നാണ് നിയമപാലകരൊക്കെ മനസ്സിലുള്ള. ഓൽക്കൊക്കെ അറിയാലോ, ഓരൊക്കെ അച്ഛനും അമ്മമാരും വാപ്പാരും ഇതൊക്കെ തന്നെയല്ലേ, എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഇതൊക്കെ പഠിപ്പിക്കുന്നൊരു മേഖലയാണ് ഏത്?
അഖ്ലാഖ് അതിലിതൊക്കെ പറയുന്നുണ്ട്. മലപ്പുറത്തെ പിന്നെ ഒരു പാലിയേറ്റീവിൻ്റെ ഇതിൽപ്പെട്ട ഒരാള് ഇങ്ങനെ ഈ രോഗികളൊക്കെ ശുശ്രൂഷിക്കാൻ പോകേണ്ട ആൾ, അയാൾ എന്നോടൊരു അനുഭവം പറഞ്ഞു ഈ അടുത്ത്. അതായത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ മരുമകള് അതുപോലെ മകനും മരുമകളും ആ വീടിനെ ശരിക്കറിയാം, നോക്കൂല തീരെ വാപ്പാനെ. പക്ഷെ ഇവര് ചെന്നാല് ഈ മരുവളും മകനും അടുത്തുനിന്ന് പോകില്ല. അപ്പോ പിന്നെ ഈ മൂത്രത്തിന് ട്യൂബ് ഇടണം എന്നാണ്. അപ്പൊ ഇയാൾക്കാണെങ്കിൽ എന്തോ ഇവരോട് പറയാണ്ട്, രോഗിക്ക് വാപ്പാക്ക്. പക്ഷെ അങ്ങനെ പറയോന്ന് പേടിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇവരടുത്തുനിന്ന് പോകാതൊക്കെ ഉണ്ട്. അടുത്തൊക്കെ പെരുന്നോട്ടണം. അപ്പോ തുറപ്പിച്ച് നോക്കാന്ന് മാത്രം. അപ്പോ ഇയാള് പറഞ്ഞ പോലെ ഇവരോട് ഞങ്ങളെ ട്യൂബ് ഇട്ടെടുത്ത് നിങ്ങളെന്താണ് പുറത്തേക്ക് നോളിയാന്ന് പോലെ മകനോടും മരോളോടും. പുറത്തു പോയേക്ക് ഇയാൾ പറയണത്ര, ഇയാൾ കരഞ്ഞ് പറയാണ്, പോലും ഇവിടെ തന്നെ നിൽക്കേണ്ട എന്താ അറിയോ, ഞാൻ എന്തെങ്കിലും സത്യം പറയുമെന്ന് കരുതിയിട്ടാണ്. എന്നിട്ട് ഇയാൾ പറയണം, നിങ്ങൾ അടുത്ത വരവിൽ കുറച്ച് വർത്തായൊക്കെ കൊടുന്ന് നിർവഹിച്ചുമ്പോൾ ഇയാള് തിന്നാൻ കൂതിയുണ്ട് ഇവരോട്. ഇയാൾക്ക് തിന്നൽ വിലക്കുണ്ടായിട്ടല്ല, ഒന്നും തരൂല, ഭയങ്കര പ്രയാസമാണ് എനിക്ക്, പോലെ നോക്കൂല, അത് നിങ്ങളോട് പറയുന്നത് കരുതിയിട്ടാണ് പോലെ അടുത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? ഇത് ഓല് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിപ്പോ ഈ വാപ്പാക്ക് 75 ആണെങ്കിൽ ഓൽക്ക് 60 ആവുമ്പോഴത്തേനും ഓരോ മക്കളെടുത്തുനിന്ന് കിട്ടും. ഇത് ആര് പഠിപ്പിക്കുന്നുണ്ട്? മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഖുർആനിൽ അല്ലാഹു തആല വലിയ ഒരു സാത്വികനായ ആളെ പറ്റി പറയുന്നുണ്ട്. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു. പ്രവാചകനല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സൂറത്ത് പോലും. അദ്ദേഹം ഒരിക്കൽ തന്റെ മകനോട് പറഞ്ഞത്ര, മോനെ നീ പോയിട്ട് സ്വർഗത്തുനിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവരണം എന്നാണ്. സാധാ മക്കളൊക്കെ ആണെങ്കിലും മേപ്പെട്ട് നോക്കിക്കും, സ്വർഗത്തുനിന്ന് മണ്ണ്, ഇതെന്താ ഗുളിക മാറി കുടിച്ചോന്ന് കരുതും. അപ്പോ ഈ മകന് ഉടനെ തന്നെ ആ കുട്ടിന്റെ ഉമ്മ, അതായത് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യന്റെ അടുത്ത് പോയിട്ട്, കുട്ടിന്റെ ഉമ്മയുള്ളോ, ഉമ്മാന്റെ കാല് നിൽക്കുന്നുണ്ട്, അവിടുന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് വന്നു. അത് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ കൈ കൊടുത്തത് ആ സ്വർഗത്തിലെ മണ്ണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതന്നെ മോനെ ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് വിധങ്ങൾ പറഞ്ഞത്, ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗം. അതിന്റെ അർത്ഥം എന്താ? ആ പൊരുത്തത്തിലാണെന്നാണ്. മീ വാപ്പിയൊരു സംഭവമാണ് എന്നുള്ളത് നമ്മൾ മദ്രസന്ന് കൃത്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കുട്ടികളെ 5ാം ക്ലാസ് ആകുമ്പോഴേക്ക് അപ്പോഴൊന്നും കുട്ടികളെ തലയിൽ ഇത് കയറൂല. സെക്കൻഡറി തലത്തിലെത്തുമ്പോൾ കയറുമ്പോഴേക്ക് ഓല് നിർത്തി ചെയ്തു. അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ അത് നല്ലോണം കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ കുട്ടികളെ മനസ്സിൽ ഇതാണ് കയറി കഴിഞ്ഞാല് അത് പിന്നെ എന്തെങ്കിലും ഒന്ന് ഉമ്മയും വാപ്പിയും പറയുമ്പോൾ ഒരു എതിര് വരുമ്പോഴേക്ക് ഇതിന് ഓർമ്മ വരും. അതൊരു ഉള്ളുവിളി വരും. ഞമ്മക്ക് തന്നെ ഈ കറ അതിന്റെ നേട്ടം, അതിന്റെ ഒരു സുഖം വേറല്ലേ. വേറെ എന്താ കുറെ ഉണ്ടായിട്ടെന്താ? മക്കള് തല തിരിഞ്ഞാല് ഓല് നോക്കുന്നില്ലെങ്കിൽ എത്രയോ ആളുകൾ നമുക്ക് അനുഭവമാണ് പലരും പറയുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ചെറുപ്പത്തിലേ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ മറ്റു മതസ്ഥർക്കൊക്കെ അറിയാം ഈ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ മുസ്ലിങ്ങളാണ്. നമ്മൾ വെറുതെ പൊക്കല്ല, സത്യം അങ്ങനെയുള്ളൂ. എന്നാൽ ഒറ്റപ്പെട്ട ചിലരൊക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് പുല്ല് വില കൽപ്പിക്കാത്തവരുണ്ട്. ഇപ്പൊ ചിലരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഈ പാലിയേറ്റിന്റെ വളണ്ടിയർമാരെന്നെ എങ്ങനെ അനുഭവം പറയുന്നോടെ, നമ്മളെ ക്ലാസ്സിന് വരേണ്ട കുറെ ആൾക്കാരുണ്ട് പല സ്ഥലത്തും. ചിലരൊക്കെ ഓഫീസിക്ക് വിളിക്കും, നോക്കി മരിച്ചുട്ടാ, എന്തോ ഒരു സന്തോഷമായിക്കാണ്, വാപ്പ മരിച്ചു എന്നറിയണ്ടേ, നീ വരണ്ടോ. അത് നമ്മൾ ഈ പ്രസവമൊക്കെ നടന്നാണ്ടല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കും, കുഞ്ഞുമോള് പെറ്റുട്ടോ, ഭയങ്കര ബേജാറിലെ കാരണം ആ പ്രസവം നടന്നാണ്ടോ വിളിയോട് വിളിയേക്കാരം, മുട്ടായി കൊടുക്കുക വിളിച്ച, മുട്ടായി കൊടുക്കുക വിളിച്ച. എന്നമാർക്ക് ഭയങ്കര റാഹത്തിലുള്ള വിളി. ഇനി വല്ല പെരി ചെന്നാലും അങ്ങനെ തന്നെ കാരണം മരിച്ച ലുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പൊ ഈ ആഴ്ച എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒന്ന് നോക്കി അയാളെ, എത്ര പോലും കഥയല്ല, എല്ലാവരും ഭയങ്കര റാഹത്തില്. 4 ദിവസം കടന്നപ്പോ അതിനാണ് തെറ്റോ, വിഷമം തോന്നി നമുക്ക്. ഇപ്പൊ ഈ ആഴ്ച എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ സ്ഥലം ഒന്നും പറയണില്ല. അവിടെ ചെന്നാലും മരിച്ച ലുക്കന്നല്ല, ഓ ഇങ്ങനെ അവതരിപ്പിക്കണുണ്ടാരും, ചിരിച്ചിങ്ങനെ അവതരിപ്പിക്കണുണ്ടാരും. കല്യാണം തീരുമാനിച്ചാൽ അത് ഉള്ളുന്നതിന് വരണ സങ്കടമൊക്കെ അഭിനയൊന്നല്ല, ഉള്ളുന്നതിന് വരണം. ഞാൻ അങ്ങനെ ആലോചിക്കണ്ടേ, നമ്മളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, കറണ്ട് പോയില്ലേ. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുപ്പത്തിൽ അസുഖം ഉണ്ടെങ്കിൽ എത്ര ഉറക്കം വെച്ചിട്ടുണ്ടാവും ഉമ്മയും, പിന്നെ എത്ര ഉറക്കം വെച്ചിട്ടുണ്ടാവും. ഒന്നും വേണ്ട, പണ്ടത്തെ സുന്നത്തല്യാണം അറിയില്ല നിങ്ങൾക്ക് അല്ലേ? ഇന്നത്തെ മാർക്കല്ല. ഇന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാണോ ചിരിച്ചിങ്ങനെ വരുന്നതാണ്, അങ്ങനെയുള്ള പിന്നെ എല്ലാവരും കഴിച്ചാൽ കൊണ്ടുപോകുള്ളൂ. പണ്ടങ്ങനല്ല, ഭയങ്കര റിസ്കേന്. അന്ന് വർത്താൻ കത്തിയിട്ടാണ് വരലേനോ ഒറിജിനൽ സുന്നത്തല്യാണം. എങ്ങനെ
മൗലൂദൊക്കെ ചൊല്ലിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ സുന്നത്താണ് ഏത് ഭക്ഷണം ഉണ്ടാക്കല്. അതെ അതെ, ഭയങ്കര രസേനൊന്ന്. ഇന്നിപ്പൊക്കെ പോയി, ആ സുന്നത്ത് പോയി. ഇയാളിത് ചെയ്യലേ? അന്ന് സ്വാലിഹായ ഒത്താനെ തെരഞ്ഞു പോകും സുന്നത്തിന് വേണ്ടിയിട്ട്. കരച്ചിലറിയില്ല, ഒന്നുമില്ല. ഓൻ ഭയങ്കര ആപ്പില്ല. ഓന് സൈക്കിളും അല്ല, ഇപ്പം മോട്ടോർ സൈക്കിളൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത്. മുഖ്യമായി തൻ്റെ പൈസ അത്യാവശ്യം കിട്ടുമ്പോൾ പണ്ട് ചില്ലറയിന് പോയില്ല, നോട്ടെന്നെ കൊടുക്കണം. എന്തിനാ നമ്മൾ പറഞ്ഞത്? അതെ, അന്ന് ഞാൻ പറഞ്ഞെന്തറിയോ, മാതാപിതാക്കളെ ഉറക്കൊഴിക്കണ്ട. ഞാൻ പറഞ്ഞത് എത്ര ദിവസം ഉറക്കൊഴിക്കണം എന്നറിയാം. ഇത് ഇപ്പം തട്ടുണ്ട് നോക്കാതെ ഇരിക്കണം. ഇനി വേറെ എന്തെങ്കിലും രോഗം വന്നാലൊക്കെ അങ്ങനെയാണ്. അങ്ങനത്തെ ഇനിയിപ്പോൾ നമ്മളെ ഇമ്മാരങ്ങനെ ഉറക്കും, വാപ്പാരും ഉണ്ടാവും. ഇനി ഇവൻ്റെ ചെലവിന് വേണ്ടി വാപ്പാര് കഠിനാധ്വാനം ചെയ്യുന്നത് എത്ര കൊല്ലങ്ങൾ? ഒരു 10-15 കൊല്ലം. 15 കൊല്ലമൊന്നുമല്ല. ഓനൊരു ഇന്നത്തെ കാലത്തൊക്കെ അല്ലേ ഓനൊരു പണിയാകുന്നത് വരെ ഓൻ്റെ പഠനവും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെയൊക്കെ 10-18 കൊല്ലം 10-20 കൊല്ലം നോക്കിയിട്ട് 2 മാസം ഇമ്മിപ്പിയും കിടക്കുമ്പോത്തിന് ഓന് മജ്‌ലിസുന്നൂർക്ക് 313 ഉറുപ്പ്യ ഉസ്താദെ ദ്വാരക്കൊണ്ടി നല്ല ലിക്കാണ്, അത്രേ പറയുള്ളൂ. നല്ല ലിക്കാണ് തിരിയാന്. ഓന് 2 മാസമായി പോതിന് ഓൻ ചാടിച്ചു. കാര്യമായിട്ടൊന്നുമില്ല. ബെഡിൽ പോവുകയാണേ, ആ അമ്മാൻ്റെ കയ്യിൽ ആ ഉപ്പാൻ്റെ കയ്യിൽ കിടന്ന് എത്രയോ മൂത്രമൊഴിച്ചു. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ഇതൊക്കെ എങ്ങനെ വരണം എന്ന് അറിയാങ്ങൾ അതേ പറഞ്ഞ ഉള്ളുന്ന് തട്ടിയിരുന്ന് വരണം. ഇതൊരു അവസരമാണ് കരുതേണ്ടത്. ഇപ്പോൾ ഈ പെരുന്നാൾക്ക് നമ്മളെ ഇന്നത്തെ ക്ലാസ്സിന് നമ്മളെ രാവിലത്തെ സുബൈക്കത്തെ ക്ലാസ്സിന് വരേണ്ട പിന്നെ നമ്മളൊരു ഫാമിലിയിലെ കുട്ടിയാണ് നിലമ്പൂരിന്ന് ആ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ച. പെരുന്നാൾക്ക് പോയി 7 വയസ്സുള്ള കുട്ടി, ആരും കണ്ടില്ല. വലുതാരും നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇവനും പോകുന്നത് കരുതിയതാണ്. ആ 7 വയസ്സായ കുട്ടിയേക്ക് വീണ് പോയി. ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇവരോട് പറഞ്ഞത് പടച്ചൻ്റെ ഒരു കലാ, ആ കുട്ടികൾ മാതാപിതാക്കളെ നാളെ എന്ത് ചെയ്യും സ്വീകരിക്കാൻ വേണ്ടി റബ്ബിൻ്റെ ഒരു പരീക്ഷണമാണ്. ഒരു നല്ല ഹലാലായ ഒരു യാത്ര പോയതാണ്. ഇപ്പം അങ്ങനെ പോയതുകൊണ്ടല്ലേ ഒന്നും പറയാൻ പാടില്ല. ഇവത്ത് നമീമത്ത് കളവ് പറയുന്നതിൽ ഒരു ലക്കുല്ലകാനുമില്ലാതെ ആയി തുടങ്ങി. പെരുന്നാളോടുകൂടെ തന്നെ ചില ആളുകൾ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി, മദ്യം ഉപയോഗിക്കാൻ തുടങ്ങി. എന്നാൽ അവർ ലൈലത്തുൽ ഖദറിൽ ഒരു കുറേ ഓതിയിട്ടുണ്ട്, പള്ളി കുറേ ചടഞ്ഞു കൂടിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. അതായത് നിർബന്ധമായ കാര്യങ്ങൾ എല്ലാ സമയത്തും ചെയ്യണ്ട, ഹറാമ് എല്ലാ കാലത്തും ഒരുപോലെ വർജിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട മാസം വരുമ്പോൾ റമളാനിൽ ഒരു സുന്നത്തിന് ഫർളിന്റെ കൂലി ആകുമ്പോൾ സുന്നത്ത് കുറേ കൂട്ടും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മൾ മക്കത്തെത്തുമ്പോൾ അങ്ങനെയാണ്. മലപ്പുറത്ത് വരുമ്പോൾ തല കുത്തനാകണമെന്നല്ല, മക്കത്തുനിന്ന് എന്തായിരുന്നാലും കുറച്ച് കൂടുതലുണ്ടാവും. അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ നിർബന്ധ കാര്യങ്ങൾ എല്ലാ സമയത്തും വേണ്ട, നിഷിദ്ധ കാര്യങ്ങൾ എല്ലാ സമയത്തും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ആ ആയത്ത് നൽകുന്ന സന്ദേശം അതാണ്. അങ്കബൂത്ത് സൂറത്തിന്റെ അവസാനത്തിലുള്ള ഒരു ആയത്തും ഈ വിഷയത്തിൽ മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ആ ആയത്തിൽ അല്ലാഹു പറയുന്നത് നമ്മുടെ വിഷയത്തിൽ പരിശ്രമിക്കുന്നവർ അവർക്ക് നാം ഒരുപാട് വഴികൾ കാണിച്ചു കൊടുക്കുന്നതാണ്. സ്വർഗത്തിലേക്കുള്ള വഴികൾ, ദുന്യാവിന് വേണ്ട വഴികൾ ഒക്കെ അവന് അല്ലാഹു തആല കാണിച്ചു കൊടുക്കും, വിജയത്തിന്റെ മാർഗങ്ങൾ. പക്ഷേ റബ്ബിന്റെ മാർഗത്തിൽ പരിശ്രമം വേണം. ആ പരിശ്രമം ഏതെങ്കിലും ഒരു മാസത്തിൽ മാത്രം പോരാ. അപ്പൊ റമളാനിൽ നമ്മൾ അൽഹംദുലില്ലാഹ് പരമാവധി നല്ലോണം ഒരുങ്ങി കാര്യങ്ങൾ ചെയ്തു. അപ്പോ പ്രസവിക്കപ്പെട്ടൊരു കുഞ്ഞിന്റെ വിശുദ്ധി നമുക്ക് ലഭിച്ചു. നമ്മൾ ശവ്വാലിലാണ്, ഇപ്പോഴൊന്നും ചളിയായിട്ടില്ല. അല്ലാതെ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിയുന്തോറും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ വരും, അത് സാരല്ല. എന്നാലും പരമാവധി ശ്രദ്ധിക്കണം. ഏതുപോലെ ഈ നായകളൊക്കെ റോഡിലൂടെ ഇങ്ങനെ നടക്കും, മൂത്രമൊഴിക്കുന്നുണ്ടാവും, കാഷ്ടിക്കുന്നുണ്ടാവും, അത് ഉണങ്ങി പോയിട്ടുണ്ടാവും, അത് ഈ പൊടി പടലങ്ങളിൽ വരുന്നുണ്ട്.
അതാണ് കാറ്റടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. നമ്മളൊരു ഗ്ലാസ് വെച്ച് ഇങ്ങനെ 1 കിലോമീറ്റർ നടന്നാൽ പിന്നെ ആ ഗ്ലാസ് ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ശരിക്ക് പൊടി നമ്മളെ ഗ്ലാസ്സുമ്മ കാണാം. അതേ പൊടി നമ്മുടെ മൂക്കിലേക്കും നമ്മുടെ വായിലേക്കും നമ്മുടെ വസ്ത്രത്തിലേക്കൊക്കെ വരുന്നുണ്ട്. ആ പൊടി പല രൂപത്തിലും ആകാം. അത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് മാപ്പുണ്ട്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെറിയ പാപങ്ങളൊക്കെ വരും. അത് സ്വാഭാവികമാണ്. അതൊക്കെ പൊറുക്കപ്പെടാൻ വഴികളുണ്ട്. നേരെ മറിച്ച് നമ്മൾ നല്ല തുണികുപ്പായൊക്കെ എടുത്ത് പോയി പൊടിപടലങ്ങളൊക്കെ ഏതായാലും വരല്ലോ എന്ന് കരുതിയിട്ട് ടൗണിലൂടെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ചളിയുണ്ട്, മണ്ണും ചളിയും വെള്ളമൊക്കെ മഴ ചെയ്തിട്ട് ആ ചളിയൊക്കെ എടുത്തിട്ട് മേലെ തേക്കാണ്. ആകെ അത് പാടില്ലല്ലോ. അല്ലെങ്കിൽ ആ ചളിയിലൊന്ന് കടന്ന് ഉരുണ്ടിട്ട് പോവാണ്. അത് മോശമല്ലേ? ഇതേപോലെയാണ് പെരുന്നാളോടുകൂടെ ചില ആൾക്കാർ ബാർക്ക് പോയത്, വളരെ മോശം പ്രവൃത്തി ചെയ്തത്. അതുപോലെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണൂല, നിസ്കാരം ഒഴിവാക്കുന്നുണ്ട്. നിസ്കാരം ഒഴിവാക്കുന്ന ആളാണെന്ന് പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ നിസ്കരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പള്ളിക്ക് പോയിട്ടുണ്ടാവും, ഈ പള്ളിക്ക് പോയിട്ടുണ്ടാവും. പലയിടത്തും പോകുന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് ജുമാക്ക് കൂടി പോകാത്ത ആളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പരോക്ഷമായ അതിൻ്റെ ഒരു അർത്ഥം തന്നെ അതാണ്. ഒരു കൂട്ടർക്ക് ദൃശ്യമാണെങ്കിൽ വേറൊരു കൂട്ടർക്ക് അത് അദൃശ്യമാവും. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ച് വളരെ പരമാവധി സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധയോടുകൂടെയാണ് മുന്നോട്ട് പോകേണ്ട. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വിഷയം കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിനോട് ബന്ധപ്പെട്ട കുറച്ച് ആയത്തുകളും കൂടി ഉണ്ടായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ തുതി അക്സറ മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള ഭൂരിപക്ഷത്തിന് താങ്കൾ വഴിപ്പെടുകയാണെങ്കിൽ യുദില്ലൂക അൻ സബീലില്ലാഹ്, റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് അവർ തെറ്റിക്കും. യത്തബിഊന ഇല്ലല്ലൻ, അവർ ചില ഊഹങ്ങളെയല്ലാതെ പിൻപറ്റുന്നില്ല. വഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ വ്യാജമാണ് പറയുന്നത്. ഇന്ന റബ്ബക ഹുവ അഅ്ലമു മൻ യളില്ലു അൻ സബീലി, റബ്ബിന്റെ മാർഗം വിട്ടു പോകുന്ന തെറ്റിപ്പോകുന്നവരെ പറ്റി ഏറ്റവും അറിയുന്നവനാണ് നിന്റെ റബ്ബ്. വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ, നേർമാർഗം പ്രാപിച്ചവരെ പറ്റിയും ഏറ്റവും അറിയുന്നവനാണ് അവൻ. ഫകുലൂ മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ പേര് പറയപ്പെട്ടത് നിങ്ങൾ തിന്നോളൂ. ഇൻ കുൻതും ബിആയാതി മുഅ്മിനീൻ, നിങ്ങൾ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ. വമാലക്കും, നിങ്ങൾക്കെന്തുണ്ട്? അല്ലാ തഅകുലൂ മിമ്മാ ദുകിറ സ്മുല്ലാഹി അലൈഹി, റബ്ബിന്റെ നാമം പറയപ്പെട്ടത് അത് തിന്നാതിരിക്കാൻ എന്തുണ്ട് നിങ്ങൾക്ക് ന്യായം? വഖദ് ഫസ്സല ലക്കും മാ ഹറമ അലൈക്കും, ഏതൊക്കെയാണ് നിഷിദ്ധമെന്നുള്ളത് അവൻ നിങ്ങൾക്ക് വിശദീകരിച്ച സ്ഥിതിക്ക്. ഇല്ലാ മൽ തുരിർതും ഇലൈഹി, ഭക്ഷിക്കാൻ നിങ്ങൾ നിർബന്ധിപ്പിക്കപ്പെട്ട കാര്യത്തിലൊഴികെ. വഇന്ന കസീറൻ ലയുദില്ലൂന ബിഅഹ്വാഇഹിം ബിഗൈരി ഇൽം, അറിവില്ലാത്ത രൂപത്തിൽ ദേഹേച്ഛക്കനുകൂലമായി അവരിൽ അധിക പേരും പഴപ്പിക്കുന്നവരാണ്. ഇന്ന റബ്ബക ഹുവ അഅ്ലമു ബിൽ മുഅ്തദീൻ, തീർച്ചയായിട്ടും നിന്റെ രക്ഷിതാവ് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ പറ്റി ഏറ്റവും അറിയുന്നവനാണ്. വദറൂ ളാഹിറൽ ഇസ്മി വബാതിന, കുറ്റത്തിൽ നിന്ന് പ്രത്യക്ഷമായതിനെയും പരോക്ഷമായതിനെയും വർജിച്ചോളൂ. ഇന്നല്ലദീന യക്സിബൂനൽ ഇസ്മ സയുജ്സൗന ബിമാ കാനൂ യഖ്തരിഫൂൻ, തീർച്ചയായിട്ടും തെറ്റ് ചെയ്യുന്ന ആളുകൾ ആ ചെയ്തതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِن تُطِعْ أَكْثَرَ مَن فِي الْأَرْضِ يُضِلُّوكَ عَن سَبِيلِ اللَّهِ إِن يَتَّبِعُونَ إِلَّا الظَّنَّ وَإِنْهُمْ إِلَّا يَخْرُصُونَ. إن ربك هو أعلم من يضل عن سبيله
وهو أعلم بالمهتدين فكلوا مما ذكر اسم الله عليه إن كنتم بآياته مؤمنين وما لكم ألا تأكلوا مما ذكر اسم الله عليه وقد فصل لكم ما حرم عليكم إلا ما اضطررتم إليه وإن كثيرا ليضلون بأهوائهم بغير علم إن ربك هو أعلم بالمعتدين وذروا ظاهر الإثم وباطنه إن الذين يكسبون الإثم سيجزون بما كانوا يقترفون صدق الله العلي العظيم